ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ വചനവുമായി നമുക്ക് വേണ്ടുമായിരിക്കാൻ ദൈവം തരുന്ന വലിയ കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഫിലിപ്പിയർ ലേഖനം 1-ാം അധ്യായത്തിൽ നിന്നാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 1-14 വരെയുള്ള വാക്യങ്ങളായിരുന്നു നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് പഠിച്ചത്. 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിച്ചത്. പൗലോസ് പറഞ്ഞു, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ ആവൃത്തിക്ക് കാരണമായി തീർന്നു. പോളിന് ഭവിച്ചതിനെ കുറിച്ചായിരുന്നു പറഞ്ഞു വന്നത്, അല്ലെ? എന്ത് പോളിന്റെ ജീവിതത്തിൽ സംഭവിച്ചാലും അത് സുവിശേഷന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു. അഭിവൃദ്ധി എന്ന് പറഞ്ഞാൽ വ്യാപനത്തിന്, ഫർദറൻസ് ഓഫ് ദ ഗോസ്പൽ. അത് സുവിശേഷം വ്യാപിപ്പാനായിട്ട് കാരണമായി തീർന്നു. താൻ ഇപ്പോൾ ഈ ആയിരിക്കുന്ന അവസ്ഥയും സുവിശേഷത്തിന്റെ വ്യാപനത്തിന് കാരണമായി തീർന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ അധ്യായത്തിൽ പറയുന്ന 3 കാരണങ്ങളാണ് എന്തൊക്കെയാണ് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായത്. പോളിന് ഭവിച്ചത് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഒന്നാമത് പറയുന്നത് തൻ്റെ ബന്ധനങ്ങൾ, തൻ്റെ ചെയിൻസ്. രണ്ടാമത് തൻ്റെ വിമർശകര്, ക്രിട്ടിക്സ്. മൂന്നാമത് തൻ്റെ പ്രതികൂലങ്ങൾ, തൻ്റെ ക്രൈസിസ്. അതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ പഠിച്ചു. ആദ്യം അവിടെ പറഞ്ഞായിരുന്നു തൻ്റെ ബന്ധനങ്ങൾ. സുവിശേഷം പ്രസംഗിച്ചതിനാലാണ് പൗലോസ് തടവിലാകാൻ കാരണമായി തീരുന്നത്. ഇപ്പോൾ താൻ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. പൗലോസ് പോയ സ്ഥലങ്ങളിലൊക്കെ ബന്ധനങ്ങളും പീഡനങ്ങളും മാത്രമേ ഉള്ളായിരുന്നല്ലേ. അങ്ങനെയുള്ള ഏത് സംഭവങ്ങളും സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ഇവിടെ ഈ ബന്ധനങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് തന്നോടുകൂടെ കയ്യിൽ ഇടപെട്ട പടയാളികൾ ഓരോരുത്തരും വന്നു പോരുന്നവര് ദൈവവചനം കേൾപ്പാനായിട്ട് ഇടയായിത്തീർന്നു. നമ്മൾ പറഞ്ഞു, ഓരോ 6 മണിക്കൂറും ഓരോ പടയാളികൾ തവണ മാറി വന്നുകൊണ്ടിരിക്കുക. അവരോടൊക്കെയും ദൈവത്തിന്റെ വചനം പ്രസംഗിപ്പാനായിട്ട് പൗലോസിന് ഇടയായിത്തീർന്നു. അതിനാലാണ് അനേകർ അവിടെ പറയുന്നുണ്ട്, കൈസരുടെ അരമനയിലുള്ളവർ പോലും വചനം അറിയുവാനായിട്ട് ഇടയായിത്തീർന്നു. ചിലപ്പോൾ അങ്ങനെ അല്ലാതിരുന്ന ഒരവസരത്തിലാണെങ്കിൽ പൗലോസ് അങ്ങനെയൊന്നും വചനം കേൾക്കാൻ ഇടയില്ലാത്ത സ്ഥലങ്ങളിൽ, അല്ലെ, വചനം കേൾക്കാൻ ഇടയില്ലാത്ത സ്ഥലത്തായിരുന്നു അവിടെ വചനം ആൾക്കാർ അവിടെ കേൾക്കാനും അവിടേക്ക് വചനം ചെല്ലുവാനുമായിട്ട് ഇടയായിത്തീർന്നു. നമ്മൾ ഈ ലേഖനത്തിന്റെ അവസാന വാക്കിൽ കാണുന്നു, കൈസറിയിലെ അരമനയിലുള്ളവർ നിങ്ങളെ വന്ദനം ചെല്ലുന്നു. അനേകർ ദൈവനാമം അറിയുവാനായിട്ട് ഇടയായി തീർന്നു. 2 വർഷക്കാലം പൗലോസ് അവിടെ വിധി കാത്തുകൊണ്ട് കിടക്കുകയായിരുന്നു, അല്ലെ. ആ സമയത്ത് മുഴുവൻ പൗലോസ് വെറുതെ ഇരിക്കുകയായിരുന്നു. പൗലോസിനെ എന്ത് ചെയ്യണം എന്ന് അവര് ആലോചിച്ചുകൊണ്ടിരുന്ന സമയങ്ങളായിരുന്നു അത്. അതിന്റെ പല സമയങ്ങളിലും പൗലോസിനെ വിളിച്ചു വരുത്തി അവർ പലരും പ്രസംഗം കേട്ടിട്ടുണ്ട്, പലരും പൗലോസ് പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ പൗലോസ് ഒരിക്കൽ പറയുന്നുണ്ട്, ഈ ചങ്ങല ഒഴി എല്ലാവരും ദൈവത്തെ അറിയണമെന്ന് എൻ്റെ ആഗ്രഹമുള്ളൂ. അങ്ങനെ തനിക്ക് കിട്ടുന്ന പടയാളികളാണേലും ഓഫീസേഴ്സ് ആണോ അവരോട് എല്ലാവരോടും സുവിശേഷം അറിയിക്കുവാൻ പൗലോസ് തയ്യാറായിരുന്നു. പൗലോസ് പറഞ്ഞു, ഇതെല്ലാം ആ ഓഫീഷ്യൽസ് എല്ലാം പൗലോസിനെ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞു, രാജാക്കന്മാർക്കും രാജികൾക്കോടും സുവിശേഷം അറിയിപ്പാൻ ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞല്ലേ. അങ്ങനെ രാജാക്കന്മാരും വലിയ ഓഫീഷ്യൽസും ഒക്കെ പൗലോസിന്റെ പ്രസംഗത്താൽ ദൈവത്തെ അറിയുവാനായിട്ട് ഇടയായിത്തീർന്നു. ചിലപ്പോൾ അങ്ങനെ ഒരവസരം നേരിട്ട് പോയി പറയുവാൻ പൗലോസിന് കിട്ടിയില്ലെന്നിരിക്കാം. അതുകൊണ്ട് ചങ്ങല പൗലോസ്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ഒരു സ്വതന്ത്ര സുവിശേഷകനായിട്ടായിരുന്നു പൗലോസ് റോമിൽ പോകാൻ ആഗ്രഹിച്ചിരുന്നത്. റോമാലേഖനം എഴുതുന്നു പല സ്ഥലത്ത് പറഞ്ഞായിരുന്നു, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുവാൻ ആശിക്കുന്നു, ഞാൻ അനേക സംവത്സരമായി നിങ്ങളുടെ അടുക്കൽ വരുവാൻ ആഗ്രഹിക്കുന്നു, ഞാൻ സ്പാനിയയിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ അടുക്കൽ വരൂ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ദൈവം പൗലോസിനെ അങ്ങോട്ട് അയച്ച ചങ്ങലകളിലൂടെയാണ് അവിടോട്ട് അയച്ചത്. തടവറയിലേക്കാണ് അവിടെ അയക്കാനായിട്ട് കാരണമായി തീർന്നത്. അപ്പൊ അവിടെ പറയുന്നു, അവിടെ വന്നവരെല്ലാവരും സുവിശേഷം പ്രസംഗിപ്പാൻ ഇടയായി തീർന്നു. അതുപോലെ തന്നെ പൗലോസിന്റെ പല ലേഖനങ്ങളും, പ്രത്യേകിച്ച് കാരാഗ്രഹങ്ങളും കാണുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൗലോസിന് കൂടുതൽ പ്രാർത്ഥിക്കാനായിട്ട് അവസരം കിട്ടി. അതുപോലെ തന്നെ 3 കാരാഗ്രഹ ലേഖനങ്ങൾ നമുക്ക് എഴുതി കിട്ടിയിട്ടുണ്ട്, അല്ലെ. തലമുറകളായി
നൂറ്റാണ്ടുകളായി അനേകർ ദൈവത്തെ അറിയുന്നു. നമ്മളും ദൈവത്തിന്റെ വചനം പഠിച്ചുകൊണ്ടിരിക്കുന്നത് പൗലോസിന്റെ ലേഖനങ്ങളിലാണ് കൂടുതലും, അല്ലേ? ഇതെല്ലാം എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞായിരുന്നു. പൗലോസിന്റെ ജീവിതത്തിൽ വന്നത് ദൈവം കൂടെ ഉണ്ടായിരുന്നു. എല്ലാം ദൈവത്തിന്റെ ഉദ്ദേശത്തിന് അനുസരിച്ചുള്ളതായിരിക്കും. നമ്മുടെ ദൈവമക്കളുടെ ആരുടെയും ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നതും ദൈവത്തിന്റെ ഉദ്ദേശത്തിന് അകത്തു മാത്രമായിരിക്കും. ആ അകത്തുള്ളത് ദൈവം അറിയാതെയല്ല സംഭവിക്കുന്നത്. സകലവും സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്കും ദൈവത്തിന്റെ മഹത്വത്തിനും കാരണമായി തീരും. നമ്മൾ ഓരോ ദിവസവും ദൈവവചനം പഠിച്ചു പോകുന്നവരാ. നമ്മൾ വെറുതെ പഠിച്ച് നമ്മുടെ ജീവിതം എന്താ പറയുന്നത്, അത് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെട്ടില്ലെങ്കിൽ നാം പഠിച്ചതെല്ലാം വെറുതെ. പഠിക്കാതിരിക്കുന്ന അതിലും നല്ലത്. അപ്പൊ നമ്മൾ ഓരോ ദിവസവും ദൈവവചനം കേൾക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലും ആപ്ലിക്കബിൾ ആക്കണം. അങ്ങനെയാണ് അല്ലെ? ഒരു ബൈബിൾ ഉണ്ട്, ലൈഫ് ആപ്ലിക്കേഷൻ ബൈബിൾ എന്നൊക്കെ ഉള്ളത്. അപ്പൊ അത് നമ്മുടെ ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആയി തീരണം. നമ്മൾ പഠിക്കുന്ന കാരണം നമ്മൾ ഈ വചനത്തിൽ കേൾക്കുന്ന ക്രിസ്തുവിനെ, അല്ലെ കാണുന്ന ക്രിസ്തുവിനെ, പഠിക്കുന്ന ക്രിസ്തുവിനെ ജീവിതത്തിൽ അനുഭവമാക്കി തീരണം. നമ്മുടെ ജീവിതത്തിന് ഏത് സാഹചര്യങ്ങൾ വന്നാലും ആ സാഹചര്യങ്ങളെല്ലാം ദൈവനാമം മഹത്വപ്പെടണം. അത് പൗലോസ് പറയുന്ന പോലെ ജീവനായാലും മരണമായാലും അത് ക്രിസ്തുവിന്റെ നാമം മഹത്വപ്പെടുവാൻ കാരണമായി തീരണം. അത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീരണം. രണ്ടാമത്തെ പ്രയോജനം ഒന്നാമത്തെ പൗലോസിന്റെ ബന്ധനങ്ങൾ, പൗലോസിന് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി അതിന്റെ ബന്ധനങ്ങളെ കുറിച്ചായിരുന്നു പറഞ്ഞത്. ഒന്ന് എല്ലായിടത്തും സുവിശേഷം അറിയിക്കാൻ കാരണമായി തീർന്നു. രണ്ടാമത് ഇവിടെ പറയുന്നത് മറ്റു വിശ്വാസികളും സുവിശേഷം പ്രസംഗിപ്പാനായിട്ട് കാരണമായി തീർന്നു. നമുക്കറിയാം, പല പീഡനങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പം വിശ്വാസികൾ എന്ന് പറയുന്നവർ പോലും ഒതുങ്ങിക്കൂടുകയാണ് ചെയ്യുന്നത്, അല്ലേ? അങ്ങനെ ഭയപ്പെട്ട് ഇരിക്കുക. യേശുവിന്റെ ശിഷ്യന്മാർ പോലും യേശുവിന്റെ മരണശേഷം എവിടെ ഭയപ്പെട്ടു ഇരുന്നത്, അല്ലേ? പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത്? പൗലോസ് ബന്ധനം ആയിട്ട് പൗലോസ് അനേകരോട് സുവിശേഷം പറയുന്നത് കണ്ടിട്ട് അവർക്ക് ധൈര്യം കിട്ടിയിട്ട് അവർ ഭയം കൂടാതെ ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിപ്പാനായിട്ട് കാരണമായി. ധൈര്യത്തോടുകൂടി, ഭയം കൂടാതെ ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിപ്പാനായിട്ട് കാരണമായി തീർന്നു. അവിടെ പ്രസ്താവിക്കുന്ന പറഞ്ഞത്. പക്ഷെ അവർ ചിലപ്പം പ്രസംഗിക്കാൻ കിട്ടിയില്ലായിരിക്കാം. ചിലപ്പോൾ അനേകരോട് പറയുവാനായിട്ട് പ്രസ്താവിക്കുക, പറയുക, അങ്ങനെ കാരണമായി തീർന്നു. അപ്പൊ അങ്ങനെ പലരിലും സുവിശേഷം അറിയുവാനായിട്ട് ഇടയായി തീർന്നു എന്നാണ് നമ്മൾ അവിടെ കാണുന്നത്. ഇനി നമുക്കറിയാം, പൗലോസിന്റെ സുവിശേഷ ഘോഷണത്തിന്റെ, ഫിലിപ്പിയിലെ സുവിശേഷ ഘോഷണത്തിന്റെ ആരംഭത്തിൽ തന്നെ ജയിലർ എങ്ങനെയാ ക്രിസ്തുവിൽ വിശ്വസിക്കാൻ കാരണമായ? പൗലോസിന് തടവറയായിരുന്നു, അല്ലേ? പൗലോസിന്റെ ചെയിനായിരുന്നു അവനെ കാരണമായി തരുന്നത്. പൗലോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചൊക്കെയും സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു. ഇനി നമുക്ക് അടുത്ത വാക്യം, നമ്മൾ 15-ാമത്തെ വാക്യത്തിലേക്ക് പോവുകയാണ്. 15-ാമത്തെ വാക്യം: ചിലർ ക്രിസ്തുവിനെ അസൂയയും പിണക്കവും നിമിത്തം പ്രസംഗിക്കുന്നു, ചിലരോ നല്ല മനസ്സോടെ തന്നെ. ഇവിടെ നമ്മൾ കഴിഞ്ഞത് 14-ാമത്തെ വാക്യത്തിൽ കണ്ട സഹോദരന്മാർ മിക്ക പേരും എൻ്റെ ബന്ധനങ്ങളിൽ കർത്താവിൽ ധൈര്യം പൂണ്ട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. മിക്ക പേരും. അതിനി ബാക്കി ചിലരുണ്ട്. അതിൽ മിക്കവരും എന്ന് പറയുമ്പോൾ എല്ലാവരും ആയില്ലല്ലോ. അപ്പം ഇനി ബാക്കി ചിലരുണ്ട്. ചിലർ ക്രിസ്തുവിനെ അസൂയവും പിണക്കവും നിമിത്തം പ്രസംഗിക്കുന്നു. അപ്പോൾ ഒരു കൂട്ടർ, ഭൂരിഭാഗം ആൾക്കാരും ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന ധൈര്യത്തോടുകൂടെ പൗലോസ് അവിടെ കിടക്കുന്ന അറിഞ്ഞിട്ട് സുവിശേഷത്തിന്റെ പ്രതിപാദനായെന്ന് പറയുന്നുണ്ട്, അല്ലെ? അവിടെ പ്രസംഗിക്കുന്നു. അടുത്ത 16-ാമത്തെ വാക്യത്തിൽ സുവിശേഷത്തെ പ്രതിപാദന, സുവിശേഷത്തിന്റെ ആ ഒരു പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരവിടെ പ്രസംഗിക്കുന്നു. രണ്ടാമത്തെ കൂട്ടർ 15-ാമത്തെ വാക്യം: ചില ക്രിസ്തുവിനെ അസൂയയും പിണക്കവും നിമിത്തം പ്രസംഗിക്കുന്നു. അപ്പൊ ഇവിടെ അസൂയയും പിണക്കവും നിമിത്തം പ്രസംഗിക്കാനായിട്ട് കാരണം എന്താ? പൗലോസ് വലിയ മഹാനൊരു വ്യക്തിയാ, അല്ലേ? അപ്പം പൗലോസിന്റെ ഉയർച്ചയിലും വിജയത്തിലും ഒക്കെ അസൂയപ്പെട്ട ചിലരായിരിക്കാം ഇങ്ങനെ അസൂയയോടും പിണക്കത്തോടും കൂടെ പൗലോസിനെ ശത്രുവായി കാണുകയും ചെയ്തു, അസൂയ മൂലം. കാരണം നമുക്കറിയാം, എല്ലാ സ്ഥലങ്ങളിലും കാണുന്ന ഇത് യഥാർത്ഥമായി നടക്കുന്ന സംഭവമാണ്. പുൽപ്പിറ്റിലാണെങ്കിലും അവിടെ ആണെങ്കിലും ഇവിടെ ആണെങ്കിലും പ്രസംഗികരെല്ലാവരും, ചിലവര് മഹാനാകുവാൻ ഇച്ഛിക്കുന്നവരുണ്ട്. മറ്റുള്ളവരെ എങ്ങനെ താഴ്ത്തിക്കെട്ടിയാലും തങ്ങൾ പറയുന്നത് ജയിക്കണം,
എല്ലാം തങ്ങള് പിന്നെ മഹിമപ്പെടണം, അതേ ഉള്ളല്ലേ, വലിയവരാകണം, സ്വാർത്ഥ ചിന്താഗതിയിൽ പ്രസംഗിക്കുന്നുണ്ട്. മറ്റവരെ എങ്ങനെ തള്ളി താഴ്ത്തിയാലും വേണ്ടില്ല, ഞങ്ങൾ മുന്നേ ഉയർന്നു നിൽക്കണം എന്ന രീതിയിൽ പ്രസംഗിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ തങ്ങളാൽ കഴിയുന്ന പോലെ അവരെ തറക്കുവാനുള്ള കാര്യങ്ങളൊക്കെ ശ്രമിക്കും. ഇവിടെയും പൗലോസിനോടുള്ള അസൂയ മൂലം പൗലോസിന്റെ പ്രശസ്തി, ഉയർച്ചയും വിജയത്തിലും ഒക്കെ കണ്ടിട്ട് അസൂയ പൂണ്ടിട്ട് ചിലർ ശാഠ്യത്തോടു കൂടി ക്രിസ്തുവിനെ, എവിടെ പറയുന്നു, ക്രിസ്തുവിനെ അസൂയയും പിണക്കവും നിമിത്തം, പൗലോസിനോടുള്ള അസൂയ മൂലം അവിടെ പ്രസംഗിക്കുന്നു. കോമ്പറ്റീഷൻ അവിടെയും എല്ലായിടത്തും കൊണ്ട് കോമ്പറ്റീഷൻ അല്ലേ. ചിലർ നല്ല മനസ്സോടുകൂടെ പ്രസംഗിക്കുന്നു. അവർ നല്ല ഉദ്ദേശത്തോടുകൂടെ പൗലോസിനെ സഹായിക്കുകയും പൗലോസിന് കൂട്ടാളികളായി തീരുകയും അതുപോലെ പൗലോസിന്റെ ആ ഒരു ആബ്സൻസിലും സുവിശേഷം പകർന്ന് എല്ലായിടത്തും വ്യാപിക്കണമെന്ന ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുന്നു. ഇക്കാലത്തും അത് തന്നെയാണ്. ചിലർ നല്ല മനസ്സാക്ഷിയുടെ ദൈവത്തെ പ്രസംഗിക്കും. അന്ന് അവർക്ക് ഉയർക്കേണ്ട, അവരെ ആരും അറിയത്തില്ല, അവർക്ക് പണവും പ്രശസ്തിയും ഒന്നും വേണ്ട. അവര് തങ്ങളെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ വിശ്വസ്തയോടെ ചെയ്യുന്നു. മറ്റു ചിലരെ ലക്ഷ്യം വേറെ അല്ലേ. അപ്പൊ അവര് ഉയർച്ച പ്രാപിക്കണം, അവരുടെ പേരെല്ലാവരും അറിയണം, അവർക്ക് പണവും പ്രശസ്തിയൊക്കെ കിട്ടണം എന്ന രീതിയിൽ ഇവിടെ പറയുന്നു. എന്താ പറയുന്ന, അത് അസൂയയും പിണക്കവും നിമിത്തം. ചിലപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കടന്നു വന്ന ദുരുപദേഷ്ടാക്കന്മാരുടെ ഇൻഫ്ലുവൻസാലായിരിക്കും അവരങ്ങനെ ചെയ്തത്. പൗലോസിനെ കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കാണും. അങ്ങനെ അസൂയയും പിണക്കവും ഒക്കെ വർദ്ധിക്കാനായിട്ട് ഇടയായി തീർന്നു കാണും. അപ്പം ചില ക്രിസ്തുവിനെ അസൂയയും പിണക്കവും നിമിത്തം പ്രസംഗിക്കുന്നു, ചിലരോ നല്ല മനസ്സോട് തന്നെ. ഇനി 16-ാമത്തെ വാക്യം. ഇനി ആദ്യ കൂട്ടരെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ആദ്യ കൂട്ടരെ ചിലർ ധൈര്യത്തോടെ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്. 16-ാമത്തെ വാക്യം. അവർ സുവിശേഷ പ്രതിവാദത്തിനായിട്ട് ഞാൻ ഇവിടെ കിടക്കുന്നു എന്ന് അറിഞ്ഞിട്ട് അത് സ്നേഹത്തോടെ ചെയ്യുന്നു. അപ്പം 15-ാം വാക്യത്തിൽ പറഞ്ഞവര് എങ്ങനെയാ ചെയ്യുന്നത്? അവർ അസൂയയും പിണക്കവും നിമിത്തം ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ മറ്റുള്ളവരെങ്ങനെയാ പ്രസംഗിക്കുന്നത്? താൻ ഇവിടെ കിടക്കുന്നെന്ന് അറിഞ്ഞിട്ട് അത് സ്നേഹത്താൽ ചെയ്യുന്നു. പോളിനോടും ദൈവത്തോടുമുള്ള സ്നേഹത്തോടെ നല്ല മനസ്സോടെ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവർ സുവിശേഷത്തിന്റെ പ്രതിവാദത്തിനായിട്ട്, പ്രതിവാദം എന്ന് പറയുമ്പോൾ സുവിശേഷത്തിന്റെ സംരക്ഷണത്തിനായിട്ട്, പ്രിസർവിംഗ് ദ ഗോസ്പൽ, ആ സുവിശേഷം എങ്ങനെയും സംരക്ഷിക്കപ്പെടണം, ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അപ്പൊ പൗലോസിനോട് കൂടെ ചേർന്ന് എങ്ങനെ പൗലോസ് തടവിലാവുമ്പോൾ, അവിടെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞായിരുന്നു, പൗലോസിനോട് വെളിയിലൊക്കെ സുവിശേഷം പോയി പറഞ്ഞിട്ട് ആൾക്കാരെ പൗലോസിന്റെ അടുത്തോട്ട് കൂട്ടിക്കൊണ്ടുവരും. അങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലും സുവിശേഷം പ്രസംഗിക്കണം, അത് സുവിശേഷം അത് സംരക്ഷിക്കണം. എന്നും തലമുറയായിട്ട് ആ സുവിശേഷം വ്യാപിച്ചുകൊണ്ടേയിരിക്കണം. അത് ക്രിസ്തുവിന്റെ സുവിശേഷം നിലനിൽക്കുന്ന സുവിശേഷമല്ല, നിൽക്കുന്ന സുവിശേഷം, അത് നിലനിൽക്കുന്ന സുവിശേഷം എന്നേക്കും നിലനിൽക്കേണ്ടതിന് വേണ്ടിയിട്ട് അവര് ആത്മാർത്ഥമായി ക്രിസ്തുവിനെ പ്രവർത്തിക്കുന്നു. അപ്പൊ നമ്മൾ അടുത്ത അധ്യായങ്ങളിലൊക്കെ പറയുന്നത്, നിങ്ങൾ കഷ്ടതയിൽ എനിക്ക് കൂട്ടാളികളായത് നന്നായി. കാരണം പൗലോസിന്റെ കഷ്ടങ്ങളിലും അവർക്ക് സഹായമായി തീർന്നു, അവർക്ക് കൂട്ടാളികളായി തീർന്നു, സുവിശേഷത്തിന്റെ പ്രസംഗത്തിന് കൂട്ടാളികളായി തീർന്നു. 4-ാം അധ്യായത്തിലൊക്കെ നാം കാണുന്നുണ്ട്, ലബോദിയ സിന്ധുക അവർ എന്നോടുകൂടെ സുവിശേഷത്തിൽ പോരാടിയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള അനേകർ അവിടെ ഉണ്ടായിരുന്നു. അവരെ സുവിശേഷത്തിന്റെ പ്രതിവാദത്തിനായിട്ട്, സുവിശേഷം സംരക്ഷിക്കപ്പെടുവാൻ, സുവിശേഷം നിലനിൽക്കാൻ വേണ്ടി അവര് തന്നാൽ ആവത് ചെയ്തു. നമുക്കറിയാം, തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, പൗലോസ് പറയും, ഞാൻ ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ചു കഷ്ടം സഹിക്കുന്നു. എനിക്ക് ബന്ധനമുണ്ട്, പക്ഷെ ദൈവവചനത്തിനോ ബന്ധനമില്ല. അപ്പം ദൈവവചനത്തിന് ഒരു നാളും ബന്ധനം ഇല്ല. അത് ഒരാൾ കഷ്ടം അനുഭവിച്ച് ഒരാൾ ചങ്ങലയിലായാലും അടുത്ത ആളത് പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും. അതെന്താണെന്നറിയാമോ? അത് ദൈവത്തിന്റെ പരമാധികാരമാ. തന്റെ സർവശക്തനായ ദൈവത്തിനറിയാം എങ്ങനെയാ തന്റെ ആ സുവിശേഷം ലോകം മുഴുവൻ പ്രസംഗിക്കും. കർത്താവിന്റെ വരവിന് മുമ്പ് തന്നെ സുവിശേഷം ലോകത്തിൽ മുഴുവൻ പ്രസംഗിക്കപ്പെടും. ഒരു സ്ഥലത്ത് സുവിശേഷത്തിന് ബന്ധനമുണ്ട്, അടുത്ത സ്ഥലത്ത് അനേകർ ക്രിസ്തുവിനെ പ്രസംഗിക്കും. ഒരാൾ അടയ്ക്കപ്പെട്ട അടുത്ത ആള് അവിടെ തുറക്കും. ഒരാളെ എതിർത്ത് കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്ത് ദൈവം തുറക്കും വാതിലുകൾ, അല്ലേ. ഒരു സുവിശേഷത്തിലുള്ള ഒരു വാതിൽ ഒരിക്കലും അടയ്ക്കപ്പെടത്തില്ല. ഓരോ വാതിലുകൾ അടയ്ക്കും തോറും അനേകം വാതിലുകൾ തുറന്നുകൊണ്ടേയിരിക്കും. അതാണ് ദൈവം. കാരണം മനുഷ്യരൊരു വാതിൽ അടഞ്ഞാൽ അവിടെ പരാജയപ്പെട്ടിരിക്കും. ദൈവം അങ്ങനെയല്ല. ദൈവം ഒരാളെ ഇപ്പം സുവിശേഷത്തിന് ബന്ധനത്തിലായി, അടുത്ത ആളെ ദൈവം അവിടെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അതാണ് ദൈവം. അത് ദൈവമായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സുവിശേഷത്തിന് ഒരിക്കലും ബന്ധനമില്ല. മനുഷ്യർക്ക് ബന്ധനമുണ്ട്, പക്ഷേ ആ ബന്ധനത്തിന് നടുവിലും അനേകർ ക്രിസ്തുവിനെ സുവിശേഷിക്കുന്നു. അതുപോലെ തന്നെ ബന്ധനം
വചനത്തിലായിരുന്നാലും മറ്റുള്ളവർ ക്രിസ്തുവിനെ പ്രസംഗിപ്പാനായിട്ട് ഇടയായി തരുന്നു. ആ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കാം. 2 തീമോഥെയോസ് 2:9. അത് അറിയിക്കുന്നതിൽ, ഏതറിയിക്കുന്ന? സുവിശേഷം അറിയിക്കുന്നതിൽ. മുന്നത്തെ വാക്യം പറയുന്ന സുവിശേഷത്തിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് സുവിശേഷം എന്ന് പറയുന്നു? അത് അറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവൃത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ചു കഷ്ടം സഹിക്കുന്നു. എല്ലാവരും എന്താ പറയുക, സാധാരണ ചങ്ങലയൊക്കെ എന്തിനായിട്ടാ? കള്ളന്മാരും ദുഷ്പ്രവൃത്തികളും ആർക്ക് വേണ്ടിയിട്ട്? അങ്ങനെയുള്ളവരാ ചങ്ങല ധരിക്കുന്നത്, അല്ലേ? ഇവിടെ പൗലോസ് എന്താ പറയുന്നത്? ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ സുവിശേഷം അറിയിച്ചതിനാൽ താൻ ചങ്ങല ധരിച്ചിരിക്കുന്നു. എന്നാലും ദൈവവചനത്തിന് ബന്ധനമില്ല. ദൈവവചനം എന്നും അത് പ്രിസർവ് ചെയ്തുകൊണ്ടേയിരിക്കും. തലമുറയായി, നൂറ്റാണ്ടുകളായി സുവിശേഷത്തിനെ ബന്ധിക്കാനായിട്ട്, ആൾക്കാരെ നശിപ്പിക്കാനായിട്ട്, പീഡനങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും സഭ എപ്പോഴും കടന്നു പോയപ്പോഴും കർത്താവ് ഓരോ ശേഷിപ്പിനെ ഓരോ കാലത്തും വെച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ വചനം പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് സുവിശേഷം ഒരു കാലത്തും ബന്ധനമില്ല. ക്രിസ്തുവിന്റെ വരവുപോളം ഈ സുവിശേഷം ലോകത്തിൽ എവിടെയും പ്രസംഗിക്കപ്പെടും എന്ന് ദൈവവചനം നമുക്ക് നമ്മളുടെ അനുഭവത്തിലും അതുപോലെ തന്നെ നമ്മുടെ വചനത്തിൽ നിന്ന് കാണുവാനായിട്ട് നമുക്ക് കഴിയും. ഓക്കെ, അവിടെ ചിലർ ക്രിസ്തുവിനെ സ്നേഹത്തോടുകൂടെ, ദൈവത്തോടും പൂർണ്ണമുള്ള സ്നേഹത്തോടുകൂടെ അങ്ങനെ പ്രസംഗിച്ചു. ഇനി അടുത്ത വാക്യം പറയുന്നത് 17-ാമത്തെ വാക്യം. മറ്റവരോ, രണ്ടാമത്തെ കൂട്ടരെ കുറിച്ചാണ് പറയുന്നത്. ആദ്യത്തെ കൂട്ടരാണ് ഇവര് എന്താ ചെയ്ത് അവര് സുവിശേഷ പ്രതിവാദത്തിനായിട്ട്, സുവിശേഷം സംരക്ഷിക്കപ്പെടുവാനായിട്ട് അവര് പൗലോസ് ഇവിടെ കിടക്കുന്നെന്ന് അറിഞ്ഞിട്ട് അത് സ്നേഹത്താൽ ചെയ്യുന്നു. ഇനി മറ്റവരോ, എന്റെ ബന്ധനങ്ങളിൽ എനിക്ക് ക്ലേശം വരുത്തുവാൻ ഭാവിച്ചുകൊണ്ട് നിർമ്മലതയോടെയല്ല ശാഠ്യത്തോടെ അത്ര ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. അപ്പം ഒരു കൂട്ടർ സ്നേഹത്താൽ ചെയ്യുന്നു, മറ്റൊരു ശാഠ്യത്താൽ ചെയ്യുന്നു. ആലോചിച്ച് നോക്കിയേ, സ്നേഹം എന്ന് പറയുന്നത് എന്തുവാ? ആത്മാവിന്റെ ഫലം. ശാഠ്യം എന്ന് പറയുന്നത് എന്താ? ജഡത്തിന്റെ പ്രവൃത്തി. അപ്പൊ സ്നേഹത്താൽ ചെയ്യുന്നു, ആത്മാവിന്റെ ഫലം. അവരെ എങ്ങനെ കെടുത്താൻ ശ്രമിച്ചാലും അവരെ ആത്മാവിന്റെ ഫലം നിറഞ്ഞവർ ദൈവവചനം പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും. അത് സ്നേഹത്താലാ ചെയ്യുന്നത്, പോളിനെ പോലെ. പക്ഷെ മറ്റുള്ളവരോ പോളിന് ക്ലേശം വരുത്തുവാൻ ഭാവിച്ചുകൊണ്ട് ശാഠ്യത്താൽ, ജഡത്തിന്റെ സ്വഭാവം അവരിൽ, ജഡത്തിന്റെ പ്രവൃത്തി അവരിൽ വെളിപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പം മറ്റവരോ എൻ്റെ ബന്ധനങ്ങൾ എനിക്ക് ക്ലേശം വരുത്തുവാൻ. ഇവരുടെ ലക്ഷ്യം ശരിയല്ലായിരുന്നു. എങ്ങനെയായിരുന്നു അവരുടെ ലക്ഷ്യം? പോളിനെ ക്ലേശം വരുത്തണം. അതാണ് അവരുടെ ലക്ഷ്യം. അസൂയവും പിണക്കവും നിമിത്തം അവർ പ്രസംഗിക്കുന്ന ശാഠ്യത്താലാണ് പ്രസംഗിക്കുന്നത്. മറ്റുള്ളവരെ എങ്ങനെയാണ് പ്രസംഗിക്കുന്നത്? ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിലും പോളിനോടുള്ള സ്നേഹത്തിലും. പോളിന്റെ കഷ്ടങ്ങൾക്ക് അവർ കൂട്ടാളിയായി തീർന്നു, അല്ലെ? അങ്ങനെയല്ലേ പറഞ്ഞേ? പൗലോസിന്റെ കഷ്ടങ്ങൾക്ക് നിങ്ങൾ കൂട്ടാളികളായി എന്നല്ലേ അവർ പറഞ്ഞത്. അപ്പൊ അവര് പൗലോസിനോട് ചേർന്ന് നിന്ന്, പൗലോസിന്റെ കഷ്ടങ്ങളിൽ കൂടെ നിന്ന് പൗലോസിനോട് കൂടെ നിന്ന് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ, അല്ലെങ്കിൽ സുവിശേഷം വ്യാപരിപ്പിച്ച ചിലർ അസൂയയും പിണക്കവും നിമിത്തം പൗലോസിന്റെ ബന്ധനങ്ങളിൽ എനിക്ക് ക്ലേശം വരുത്താൻ. ഓൾറെഡി പൗലോസ് ബന്ധനത്തിലാണ്, ക്ലേശം ഓൾറെഡി സഹിച്ചുകൊണ്ടിരിക്കുക. അതിൽ കൂടുതൽ ക്ലേശങ്ങൾ വരുത്തും. നമ്മൾ തന്നെ ദുഃഖത്തിന്മേൽ ദുഃഖം വരുത്തേണ്ടെന്നൊക്കെ പറയത്തില്ലേ? പൗലോസിന്റെ ദുഃഖത്തിന്മേൽ ദുഃഖം വരുത്തുവാൻ വേണ്ടിയിട്ട് അവരതുമേൽ ചെയ്തുവല്ല. അവര് നിർമ്മലതയോടുള്ള ചെയ്തത്. അവര് ജഡത്തിന്റെ സ്വഭാവമാണ് അവരിൽ പ്രതിഫലിച്ചത്. ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു പറഞ്ഞാലും, ക്രിസ്തുവിനെ അറിയുന്ന വിശ്വാസികളെന്ന് പറഞ്ഞാലും, നമ്മൾ റോമാലേഖനം പറയുന്നുണ്ട് 6-ാം അധ്യായം, നമ്മൾ തന്നെത്താൻ മരിച്ചേ ശരിയാവത്തുള്ളൂ. റോമ 6:6 ആർക്കെങ്കിലൊക്കെ ഓർമ്മയുണ്ടോ? നാം പാപത്തിന് അടിമപ്പെടാതോണം പാപ ശരീരത്തിന് നീക്കം വരേണ്ട പഴയ മനുഷ്യനെ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. ആ ജഡത്തിന്റെ പ്രവൃത്തി നമ്മളിലുണ്ട് ഇപ്പോഴും, ആ സ്വഭാവം നമ്മളിലുണ്ട്. പക്ഷെ ആത്മാവിന്റെ ഫലം നമ്മൾ നിറഞ്ഞു കഴിയുമ്പോൾ എന്താ പറയുന്നത്, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ഇന്ദ്രിയ ജയം, ഏറ്റവും വലുത് ഇന്ദ്രിയ ജയമാണ്. അതുണ്ടെങ്കിൽ എത്രത്തോളം ആ ജഡത്തിന്റെ സ്വഭാവം നമ്മൾ വെളിപ്പെടുവാനായിട്ട് ശ്രമിച്ചാലും നമ്മളതിനെ അടക്കും. അത് ചിലവര് വിശ്വാസികളെന്ന് പറഞ്ഞാലും പൊട്ടിത്തെറിക്കും, ചുമ്മാതെ പൊട്ടിത്തെറിക്കും, അല്ലേ? പക്ഷെ അവർക്ക് അടക്കാനുള്ള ഇന്ദ്രിയജയമില്ല. എല്ലാവർക്കും കോപം വരാം, എല്ലാവർക്കും ദേഷ്യം വരാം. നമ്മളെല്ലാവരും മനുഷ്യ, ആർക്കും ദേഷ്യം വരാം. ഈ ചെറിയ കാരണങ്ങൾ നമുക്ക് ദേഷ്യം വരാം. പക്ഷെ അതിനെ അടക്കുക, ഇന്ദ്രിയ ജയം നമുക്ക് വേണം. അങ്ങനെയാണ് ഇവിടെ അവർക്ക് ഇന്ദ്രിയ ജയം ഇല്ലായിരുന്നു. അവര് ആ ജഡത്തിന്റെ പ്രവൃത്തികൾ അവർ വെളിപ്പെടുവാനായിട്ട് കാരണമായി തന്നു. മറ്റുള്ളവർ ആത്മാവിന്റെ ഫലം കാണിച്ചപ്പോൾ ഇവരെ ജഡത്തിന്റെ പ്രവൃത്തി അവരിൽ വെളിപ്പെടുവാനായിട്ട് കാരണമായി തന്നു. പൗലോസ് പറയുന്നുണ്ട്, ഞങ്ങൾ ഒരിക്കലും ശാഠ്യത്തോടെയും നിർമ്മത്തോടെയും ഒന്നുമല്ല ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്, നിർമ്മലതയോടെ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. 2 കൊരിന്ത്യർ 2:17 നമുക്കറിയാവുന്ന വാക്യമാണ്.
ഞങ്ങൾ ദൈവജനത്തിൽ കൂട്ടിച്ചേർക്കുന്ന അനേകരെ പോലെയല്ല, നിർമ്മലതയോടും ദൈവത്തിന്റെ കൽപ്പനയാലും ദൈവസന്നിധി ക്രിസ്തുവിൽ സംസാരിക്കുന്നു. അപ്പം ദൈവത്തിന്റെ കൽപ്പനയാലാണ്, ദൈവസന്നിധിയിലാണ്, ക്രിസ്തുവിലാണ് സംസാരിക്കുന്നത് എന്നുള്ളവർ നിർമ്മലതയോടെ വചനം സംസാരിക്കും. വചനത്തിൽ കൂട്ടിച്ചേരുന്നവർ, ശാഠ്യത്താൽ ചെയ്യുന്നവർ, അത് ക്രിസ്തുവിനാൽ അല്ല ക്രിസ്തുവിലല്ല സംസാരിക്കുന്നവരെ അവരുടെ ജഡത്തിന്റെ പ്രവൃത്തികൾ അവരിൽ കാണുവാനായിട്ട് ഇടയായി തരും. പൗലോസ് പറയുന്നുണ്ട് 2 കൊരിന്ത്യർ 5:10, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്ന നല്ലതാകലും തീയതാകലും തക്കവണ്ണം പ്രാപിക്കണം, എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. അപ്പം പൗലോസ് അറിയാം, ഞാൻ ഒരിക്കൽ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ വെളിപ്പെടേണം. അപ്പൊ പറയുന്നുണ്ട്, ഞാൻ മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിന്റെ ഉപായമോ ഒന്നും പ്രയോഗിച്ചിട്ടില്ല. തെസ്സലോനിക്ക ലേഖനത്തിലാ പറയുന്നത്, ഞാൻ ദ്രവ്യാഗ്രഹമോ മുഖസ്തുതിയോ ഒന്നും പ്രയോഗിച്ചില്ല. ക്രിസ്തുവിന്റെ അപ്പോസ്തലൻ എന്ന അവസ്ഥയ്ക്ക് ഘനത്തോടിരിക്കാൻ കഴിയുമായിരുന്നിട്ടും ഞങ്ങൾ നിങ്ങളോടാകട്ടെ മനുഷ്യരോടാകട്ടെ ഞങ്ങള് മാനം അന്വേഷിച്ചില്ല. അല്ല, മനുഷ്യരുടെ മാനം അന്വേഷിച്ചില്ല. ക്രിസ്തുവിന്റെ അപ്പോസ്തലൻ എന്ന അവസ്ഥയ്ക്ക് ഘനത്തോടിരിക്കാൻ കഴിയുമായിരുന്നു, ആ അധികാരം ഉണ്ടായിരുന്നു, എന്നിട്ട് അതൊന്നും പ്രയോഗിച്ചില്ല. ഞാൻ നിങ്ങളെ അമ്മമാർ മക്കളെ എന്ന പോലെ പോറ്റുന്ന പോലെ ഞാൻ നിങ്ങളുടെ ഉള്ള ആർദ്രതയുള്ളവനായിരുന്നു പറഞ്ഞത്. എപ്പോഴും നിർമ്മലതയോടെ ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ, താഴ്മയോടെ ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ, ക്രിസ്തുവിന്റെ അതേ മാതൃക പിന്തുടരാനാണ് പൗലോസ് ശ്രമിച്ചത്. പക്ഷെ മറ്റുള്ളവർ, അവരുടെ മനോഭാവം മാറി, അവര് ശാഠ്യം, വാശി, ആ സെൽഫിഷ് അംബിഷൻ, തങ്ങൾ ഉയരണം, എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ താഴ്ത്തണം എന്ന രീതിയിൽ അവര് സുവിശേഷം പ്രസംഗിക്കാനായിട്ട് കാരണം. അപ്പൊ ദൈവജനമൊക്കെ നമ്മൾ പഠിക്കും കാണുന്ന ദൈവത്തോടുള്ള സ്നേഹവും, ദൈവത്തോട് സ്നേഹം ഉണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ സഹോദരനുള്ള അസൂയയും ഒന്നിച്ചു പോകുന്ന അല്ല, ഒരിക്കലും ഒന്നിച്ചു പോകുന്നതല്ല. നിഗളികളെ ദൈവം താഴ്ത്തു, അല്ലേ? അപ്പം നിഗളമാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം. അപ്പം പൗലോസ് അവരെ ലക്ഷ്യം തെറ്റി പ്രസംഗിച്ചപ്പോൾ, അവർ ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുന്നത്, പക്ഷെ അവർ ലക്ഷ്യം തെറ്റി പ്രസംഗിച്ചു. അവരുടെ ആ ഒരു മോട്ടീവ് വേറെ ആയിരുന്നു. പൗലോസിനെ ഉപദ്രവിക്കണം, പൗലോസിനെ ആ ബന്ധനങ്ങളിൽ ഇനിയും ക്ലേശം വരുത്തണം എന്നായിരുന്നു അവരുടെ മോട്ടീവ്. പക്ഷെ മറ്റുള്ളവര് പൗലോസിന് കൂട്ടാളികളായി പ്രസംഗിച്ചു. അവരുടെ പ്രശ്നം ചിലപ്പം അവരുടെ അവർക്ക് എന്താ പറയുന്നത്, ദീപസ്തംഭം മഹാചരി എനിക്കും കിട്ടണം പണമെന്ന്, അങ്ങനെ കണ്ടൊരു സംഭവം ഇല്ലേ? അപ്പൊ എനിക്കും എങ്ങനെയായാലും എൻ്റെ കീശ വീർക്കണം, എനിക്ക് സമ്പാദ്യം ഉണ്ടാക്കണം, എനിക്ക് മഹാനാകണം, അതായിരിക്കും അവരുടെ ലക്ഷ്യം. അങ്ങനെ നമുക്കറിയാം, കൊരിന്ത്യ സഭയിലും പൗലോസ് ക്രിസ്തുവിനെ പ്രസംഗിച്ച സമയത്ത് പൗലോസ് അവിടെ എങ്ങനെയാ പ്രസംഗിച്ചത്? കൂടാരപ്പണി ചെയ്തുകൊണ്ട് ക്രിസ്തുവിനെ സൗജന്യമായിട്ടാണ് പ്രസംഗിച്ചത്, അല്ലേ? അപ്പൊ അവരുടെ ഇടയിലുള്ള ദുരുപദേഷ്ടാക്കന്മാർ എന്ത് ചെയ്തു? അവർക്ക് പണം കിട്ടണം എന്ന ആഗ്രഹത്താൽ അവർ പ്രസംഗിച്ചു, അല്ലേ? അപ്പൊ ഇവിടെ പൗലോസ് സൗജന്യമായിട്ട് പ്രസംഗിക്കുമ്പോൾ അവർക്ക് പണം വാങ്ങിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് അവരെന്തോ ചെയ്തു? പൗലോസിന് എതിരായിട്ട് നിന്നു. അപ്പൊ അവരോട് പറഞ്ഞു, അവരാ പണമൊക്കെ വാങ്ങിക്കുന്നത് അവരുടെ ഒരു സ്റ്റാറ്റസ് ആയിട്ട് കരുതിയും പൗലോസ് നിർമ്മലതയോടെ അല്ലെങ്കിൽ സൗജന്യമായി ക്രിസ്തുവിനെ പ്രസംഗിച്ചപ്പോൾ പൗലോസിന് ഇടർച്ചയായി അവർ തീരുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം ഭിന്നത ഉണ്ടാകുവാനായിട്ട് കാരണമുണ്ട്. അതെല്ലാം പിശാചിന്റെ വലിയ തന്ത്രമാണ്. സഭയെ എപ്പോഴും ഭിന്നിപ്പിക്കാനും പിരിക്കാനും വേണ്ടി അവരെപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കും. കൊരിന്ത്യർ പറഞ്ഞതുപോലെ പൗലോസിന്റെ പക്ഷക്കാരനും അപ്പൊല്ലോസിന്റെ പക്ഷക്കാരനും ക്രിസ്തുവിന്റെ പക്ഷക്കാരനും എല്ലാം ഉണ്ട്. എല്ലായിടത്തും ഈ പക്ഷങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളെല്ലാവരും ഒരേ പക്ഷക്കാരാണ്. നാം ക്രിസ്തുവിന്റെ പക്ഷക്കാർ തന്നെയാണ്. മറ്റുള്ളവർ പ്രസംഗിക്കുന്നതിൽ അല്ലെ മറ്റുള്ളവർ ചെയ്യുന്നതിൽ അസൂയപ്പെടുകാനല്ല ചെയ്യുന്നത്. എല്ലാത്തിലും പൗലോസിന്റെ സ്വഭാവം നമ്മുടെ താഴെയുള്ള വാക്കുകൾ കാണുന്നുണ്ട്. പൗലോസിന്റെ മനോഭാവം അത് ക്രിസ്തുവിൽ സന്തോഷിക്കാനായിട്ട് ഇടയായി തരുന്നു. അവരുടെ മോട്ടീവ് ശരിയായില്ലെങ്കിലും പൗലോസ് അതൊന്നും അത് കാര്യമായിട്ട് കഴിഞ്ഞില്ല. അപ്പൊ ആദ്യം 2 കൂട്ടരാണ് ക്രിസ്തുവിനെ പ്രസംഗിച്ചത്. ഒരു കൂട്ടർ സ്നേഹത്തോടുകൂടി പൗലോസിനോട് കൂട്ടാളിയായി നിന്നുകൊണ്ട് പ്രസംഗിച്ചു. മറ്റുള്ളവർ ശാഠ്യവും അസൂയയൊക്കെ വെച്ചിട്ട് പിണക്കത്തിൽ ക്രിസ്തുവിനെ പ്രസംഗിച്ചു. അത് പൗലോസിനെ അധികം ക്ലേശിപ്പിക്കാൻ വേണ്ടി അവര് ചെയ്തു. മറ്റുള്ളവർ സുവിശേഷം പ്രിസർവ് ചെയ്യാൻ വേണ്ടി അവര് ചെയ്തു. ഓക്കെ, ഇനി 18-ാമത്തെ വാക്യത്തിലേക്ക് പോകും. 18-ാമത്തെ വാക്യം, പിന്നെ എന്ത്? നാട്യമായിട്ടോ പരമാർത്ഥമായിട്ടോ ഏത് വിധമായാലും ഒരു ക്രിസ്തുവിനെയല്ലോ പ്രസംഗിക്കുന്നത്. ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു, ഇനിയും സന്തോഷിക്കും. മറ്റുള്ളവരുടെ മനോഭാവം പൗലോസിനെ ദുഃഖിപ്പിച്ചുവെങ്കിലും പൗലോസിനെ തളർത്തിയില്ല. പൗലോസിന്റെ ആഗ്രഹം ക്രിസ്തുവിന്റെ സുവിശേഷം എല്ലായിടത്തും മഹിമപ്പെടണം, അത്രയേ ഉള്ളൂ പൗലോസിന്റെ സുവിശേഷം. പൗലോസിന് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ അവര് സത്യസുവിശേഷം പ്രസംഗിച്ചത്, പക്ഷെ അവരുടെ മോട്ടീവ് ശരിയല്ലായിരുന്നു. പക്ഷെ അതാണ് പൗലോസിനെ വിഷമിപ്പിച്ചത്. എന്നിട്ട് പൗലോസ് പറയുന്നുണ്ട്,
ഇനി അത് എന്തായിട്ടാകട്ടെ, നാട്യമായിട്ടോ പരമാർത്ഥമായിട്ടോ ഏത് വിധമായാലും അവർ ക്രിസ്തുവിനെയല്ലോ പ്രസംഗിച്ചത്, അതിൽ ഞാൻ സന്തോഷിക്കുന്നു. നമ്മളും നമ്മുടെ സ്വഭാവം ഇതുപോലെ ആയിത്തീരണം. എങ്ങനെയായാലും അവർ ക്രിസ്തുവിനെയല്ലേ പ്രസംഗിക്കുന്നത്, അതുകൊണ്ട് ഒരു ക്രിസ്തുവിന്റെ നാമം മഹത്വപ്പെടാനായിട്ട് ഇടയായി തീരട്ടെ. അല്ലെ, തന്റെ ഇത്ര കഠിനമേറിയ സാഹചര്യങ്ങളിലും പൗലോസ് നിരാശനായില്ല. തനിക്കെതിരെ ആൾക്കാർ ആം, ഏർ, അസൂയയും പിണക്കവും നിമിത്തം പ്രസംഗിച്ചിട്ടും പൗലോസ് തയ്യാറായില്ല. നമുക്ക് ഓർമ്മയുണ്ടല്ലോ, പഴയ നിയമത്തിൽ വരുമ്പം ദാവീദ് അബ്ശാലോമിനെയാന്ന് തോന്നുന്നു, അബ്ശാലോമിനെ പേടിച്ച് മലനിരകളിലേക്ക് ഓടിപ്പോയി. രാജധാനി വിട്ട് ഓടിപ്പോയപ്പോൾ ശിമെയി എന്നൊരു ആള് ദാവീദിനെ കല്ലെറി എറിഞ്ഞല്ലേ, പൂരിവാരി എറിഞ്ഞെന്ന് പറയുന്നുണ്ട്. അപ്പം യോബാബ് ശിമയെ വഴക്ക് പറയാനായിട്ട് ശ്രമിച്ചപ്പം ദാവീദ് പറഞ്ഞു, ദൈവം അനുവദിച്ചിട്ടാ അവൻ എന്നെ ശപിക്കുന്നതെന്ന് പറഞ്ഞു. കാരണം നമ്മുടെ ജീവിതത്തിൽ ദൈവം അറിയാതെയും ദൈവം അനുവദിക്കാതെയും ഒന്നും സംഭവിക്കില്ല. പഴയ നിയമവിശുദ്ധന്മാർ പോലും അങ്ങനെ ആയിരുന്നുവെങ്കിൽ പുതിയ നിയമവിശുദ്ധന്മാർ എത്രയായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ എന്ത് ഭവിച്ചാലും അത് സുവിശേഷത്തിന്റെ അപ്പുറത്തേക്ക്. കാരണം പൗലോസിന്റെ അതേ സ്വഭാവത്തിൽ തീരുവാനായിട്ട്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ അതേ സ്വഭാവമുള്ളവരായി തീരുവാൻ ഓരോ വചന കേൾവിയും നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും വചനം കേട്ട് നമ്മെ തന്നെ ശുദ്ധീകരിച്ച് നാം ക്രിസ്തുവിന്റെ മാതൃകയുള്ളവരായി തീരുവാനായിട്ട് ദൈവം കൃപ നൽകട്ടെ. പൗലോസിന്റെ മനോഭാവം അല്ലെ, അവര് ശാഠ്യത്തോടെയും പിണക്കത്തോടെയൊക്കെ പ്രസംഗിച്ചത്. എങ്കിലും പൗലോസ് അതിലൊന്നും വിഷമിക്കുന്നില്ല. അല്ലെങ്കിൽ അത് സന്തോഷത്തോടെ ഇരിക്കാം, മറ്റുള്ളവരെ സന്തോഷിക്കാനാകാൻ എപ്പോഴും സന്തോഷിപ്പിനെന്നാ പൗലോസ് ഈ ലേഖനത്തിൽ മുഴുവനും പറയുന്നത്. അപ്പൊ എന്തുമായാലും തനിക്ക് ദുഃഖം വരുത്തിയാൽ എന്തുവാലും ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാനായിട്ട് ഇടയായി തീരണം. നമ്മൾ പക്ഷെ 2 കൊരിന്ത്യർ ലേഖനങ്ങളിലൊക്കെ, കൊരിന്ത്യർ ലേഖനത്തിനും ഗലാത്യ ലേഖനത്തിലും ഒക്കെ കാണുന്നുണ്ട്, ഇങ്ങനെയുള്ളവരെ പ്രസംഗിച്ചപ്പോൾ അവരെ പൗലോസ് എതിർത്തതായിട്ട് കാണുന്നുണ്ട് അല്ലെ. അവിടെ ദുരുപദേഷ്ടാക്കന്മാരായിരുന്നു പ്രസംഗിച്ചത്. പക്ഷെ ഇവരുടെ മോട്ടീവ് പൗലോസിന് ഇടർച്ച വരുത്തണമെന്നല്ല എന്ന് മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ അവർ സത്യസുവിശേഷം തന്നെയാണ് പ്രസംഗിച്ചത്. ഇങ്ങനെ എന്താ പറയുന്നത്, 2 കൊരിന്ത്യർ 11-ാം അധ്യായം നമുക്കൊന്ന് വായിച്ചു നോക്കാം. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ. അവിടെ ദുരുപദേഷ്ടാക്കന്മാരായിരുന്നു പൗലോസിന് ഇടർച്ചയായി തരുന്ന. അവര് മറ്റൊരു യേശുവിനെ പ്രസംഗിച്ച്, അതുകൊണ്ടാണ് പൗലോസ് അവരെ എതിർത്ത് നിന്നത്. അങ്ങനെയുള്ളവരോട് പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള കള്ള അപ്പോസ്തലന്മാർ കപട വേലക്കാർ ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. അത് ആശ്ചര്യമല്ല, സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. ആകയാൽ അവന്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ച അതിശയമല്ല, അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്കൊത്തത് ആയിരിക്കും. അപ്പം അതുപോലെ തന്നെ ഗലാത്യ ലേഖനത്തിലും ദുരുപദേഷ്ടാക്കന്മാർക്കെതിരായി പറയുന്നുണ്ട്. പക്ഷെ അവര് വേറൊരു സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട്, ഇവര് ക്രിസ്തുവിന്റെ സുവിശേഷമാണ് പ്രസംഗിച്ചെങ്കിലും അവരുടെ മോട്ടീവ് ശരിയല്ലായിരുന്നു. അതിൽ പൗലോസിനെ വിഷമിപ്പിച്ചില്ലെങ്കിലും പൗലോസ് സന്തോഷിക്കുന്നുണ്ട്. കാരണം അവര് ക്രിസ്തുവിനെയാണ് പ്രസംഗിച്ചത്. അവരോട് എതിർത്ത് നിൽപ്പാനല്ല പൗലോസ് ശ്രമിച്ചത്. തന്റെ തടവറയിലും തനിക്ക് ക്ലേശം വരുത്തുവാൻ ഭാവിച്ചിട്ടും പൗലോസിന്റെ മനോഭാവം നോക്കുക. അവര് ക്രിസ്തുവിനെ പ്രസംഗിച്ചതിനാൽ താൻ സന്തോഷിക്കുന്നു. എൻ്റെ ബന്ധനങ്ങളെക്കാൾ അധികമായിട്ട് ക്രിസ്തുവിന്റെ ആ സുവിശേഷം വർദ്ധിക്കുന്നതിലാണ് തനിക്ക് സന്തോഷം ആയിത്തീർന്നത്. തൻ്റെ ഏത് സാഹചര്യങ്ങൾക്കും തൻ്റെ ബന്ധനങ്ങൾക്കും തന്നെ തോൽപ്പിക്കാൻ കഴിയുകയല്ല. തന്നോട് എതിർട്ട് നിന്നാലും ആർക്കും തന്നെ തോൽപ്പിക്കുവാൻ കഴിയുകയില്ല എന്ന് പൗലോസിനൊരു നിശ്ചയമുണ്ടായിരുന്നു. കാരണം ദൈവം അനുവദിക്കാതെ ഒന്നും തൻ്റെ ജീവിതത്തിൽ വരികയില്ല എന്ന് പൗലോസ് ഉറച്ച് വിശ്വസിച്ചിരിക്കുന്നു. അപ്പൊ പിന്നെ എന്ത്, നാട്യമായിട്ടോ പരമാർത്ഥമായിട്ടോ ഏത് വിധമായാലും അവർ ക്രിസ്തുവിനെയല്ലോ പ്രസംഗിക്കുന്നത്, ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു, ഇനിയും സന്തോഷിക്കും. നമ്മുടെ ആറ്റിറ്റ്യൂഡും അങ്ങനെയായി തീരട്ടെ. പൗലോസിന് അറിയാം, എത്ര റോമർ ലേഖനം 8:37-38 പറയുന്നുണ്ട്, നമ്മള് ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ ക്രിസ്തുവുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാനായിട്ട് കഴിയുകയില്ല. നാമോ നമ്മെ സ്നേഹിച്ച മുഖാന്തരം ഇവയിലൊക്കെ പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം പൗലോസിന് അവിടെ പറയുന്നത് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു എന്നാ പറയുന്നത്. പൗലോസിന് അറിയാം, എന്ത് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതും അത് ദൈവം അനുവദിച്ചിട്ടാണ്. അത് എങ്ങനെയായാലും തന്നെ എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്ന ലാഭം. ഞാൻ ജീവിച്ചാലും മരിച്ചാലും അത് ക്രിസ്തുവിന്റെ നാമത്തിന് മഹത്വകരമായി തീരുകയുള്ളൂ. ക്രിസ്തുവിന്റെ നാമം മഹിമപ്പെടുവാൻ കാരണമായി തീരുകയുള്ളൂ എന്ന് പൗലോസ് പറയുന്നുണ്ട്. ഇനി അടുത്ത വാക്യത്തിലേക്ക് പോകാം. 1:19. നിങ്ങളുടെ പ്രാർത്ഥനയാലും യേശു ക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായത്താലും അത് എനിക്ക് രക്ഷാകാരണമായി തീരും എന്ന് ഞാൻ അറിയുന്നു. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥനയാലും യേശു ക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായത്താലും അതെനിക്ക് രക്ഷാകരണമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏത്? എൻ്റെ ബന്ധനങ്ങളോ
എൻ്റെ എതിരാളികളോ എൻ്റെ പ്രതിസന്ധികളോ അതേതായാലും നിങ്ങളുടെ പ്രാർത്ഥനയാലും യേശുക്രിസ്തുവിൻ്റെ സഹായത്താലും അതെനിക്ക് രക്ഷാകാരണമായി തീരുമെന്ന് ഞാൻ അറിയുന്നു. പൗലോസിന് അറിയാം അല്ലേ? പൗലോസിന് ദൈവത്തിൽ വലിയൊരു വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം പൗലോസ് പറയുന്നുണ്ട്, എന്നെ ശക്തനാക്കുന്ന മുഖേന സകലത്തിനും മതിയാകുന്നു. അവൻ എൻ്റെ ഉപനിധി ആ അവസാനത്തോളം സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. നമ്മുടെയൊക്കെ വിശ്വാസം അങ്ങനെയാണോ? അല്ലേ? എന്ത് ബന്ധനങ്ങളായാലും ക്രിസ്തുവിന്റെ നിങ്ങളുടെ പ്രാർത്ഥനയാലും ക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായത്താലും എനിക്ക് ഭവിച്ചതെല്ലാം രക്ഷാകാരണമായി തീരുമെന്ന് അറിയുന്നു. ആ രക്ഷാകാരണം എന്ന് പറയുമ്പോൾ പല കാര്യങ്ങൾ ഇവിടെ വേദപഠിതാക്കൾ പറയുന്നുണ്ട്. ഒന്ന്, ആ ബന്ധനങ്ങൾ മാറിപ്പോകുമെന്ന് പറയുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ തേജസ്കരണത്തെക്കുറിച്ചാണ് പറയുന്നത്, തൻ്റെ മരണത്തെക്കുറിച്ചാണെന്ന് പറയുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ചക്രവർത്തിന് നീതി ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിന് മുമ്പ് ഒന്ന് പറഞ്ഞായിരുന്നു തോന്നി, ഈ ബന്ധനത്തിലായിരുന്നിട്ടും പൗലോസ് അവിടുന്ന് വിടുവിക്കപ്പെടുന്നുണ്ട്. പൗലോസിന് അറിയാം. തുടർന്നുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ജഡത്തിൽ ജീവിച്ചിരിക്കുമെന്ന് ഞാൻ അറിയുന്നുണ്ട്. അതെനിക്ക് അത് ദൈവത്തിന്റെ രാജ്യത്തിന് മഹത്വത്തിന് കാരണമായി തീരും. പക്ഷേ തിമത്തിയോസിന്റെ ലേഖനത്തിൽ പൗലോസ് വരുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ഞാൻ പാനീയയാഗമായി അത് പത്രോസ പറഞ്ഞല്ലേ, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ച് വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ എൻ്റെ അവസാനം അടുത്തിരിക്കുന്നു എന്ന് പൗലോസ് അവിടെ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്, ഇവിടുന്ന് വിടുവിക്കപ്പെടുന്നുണ്ട് പൗലോസ്. അതുകൊണ്ട് പൗലോസിന് അറിയാം തൻ്റെ അവസാന കാലം എവിടെയാണെന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയാലും യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായത്താലും അതെനിക്ക് രക്ഷാകാരണമായി തീരുമെന്ന് പൗലോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പൗലോസിന് നല്ലവണ്ണം അറിയാം. പൗലോസ് എല്ലാ ലേഖനങ്ങളിലും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ആവശ്യമില്ലെന്നൊന്നും പറയുന്നില്ല. പൗലോസ് പറയുന്നില്ല. പല ഭാഗങ്ങളിലും പറയുന്നുണ്ട്, ഞാൻ വായി തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിന് ഞാനത് പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടത് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പേൻ. പ്രാർത്ഥന ഭയങ്കര എന്താ പറയുന്നത്, വലിയൊരു വെപ്പണാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥനയാൽ നമുക്ക് ദൈവത്തിന്റെ ആ ഒരു കടാക്ഷം ലഭിക്കാനായിട്ട് കാരണമായി തീരും. നമ്മുടെ വിഷമങ്ങൾ മാറും. പ്രാർത്ഥനയ്ക്ക് നമുക്ക് എന്തൊക്കെ പ്രയോജനങ്ങളാണ് പ്രാർത്ഥന. നമ്മൾ മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കുന്നത് മൂലം നമ്മുടെ ആവശ്യങ്ങൾ നടക്കും അല്ലേ? നമ്മുടെ ആവശ്യങ്ങൾ നടക്കും, മറ്റുള്ളവർക്ക് സഹായമായി തരും. നമ്മൾക്ക് ദൈവത്തോട് കൂടുതലായി എടുക്കുവാൻ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവർക്ക് വിടുതൽ ലഭിച്ചു, അത് നമുക്കൊരു വിശ്വാസം ഉറയ്ക്കാനായിട്ട് കാരണമായി തരുന്ന, അവർക്ക് ആശ്വാസമായി തീരും അല്ലേ? ദൈവത്തോട് നമ്മെ കൂടുതലായി അടുപ്പിക്കും. പ്രാർത്ഥനയ്ക്ക് എന്ത് പ്രയോജനമുണ്ട്! ദൈവത്തോട് നമ്മുടെ അപ്പന്റെ അടുക്കൽ ചെന്ന് ഏത് കാര്യങ്ങളും പറയാം. അപ്പൻ കേൾക്കും, ഉത്തരം നൽകും, വിടുതൽ ലഭിക്കും. ഇതൊക്കെ നമ്മുടെ വിശ്വാസം വർദ്ധിക്കാനായിട്ട് ഇടയായിരുന്നു. പൗലോസിന്റെ ജീവിതത്തിൽ അങ്ങനെയാ സംഭവിച്ചത്. പൗലോസ് വെറുതെ അല്ല ദൈവത്തിൽ വിശ്വസിച്ചത്. പൗലോസിന്റെ ജീവിത അനുഭവങ്ങളാണ് പൗലോസിനെ ദൈവത്തിൽ കൂടുതൽ വിശ്വസിപ്പാനും ഏത് കഷ്ടങ്ങളുടെ നടുവിലും ഉറച്ചു നിൽപ്പാനും കാരണമാക്കി തീർത്തത്. അപ്പം ഫിലിപ്പിയിലെ വിശ്വാസികളുടെ പ്രാർത്ഥന തനിക്ക് രക്ഷാകാരണമായി തീരുമെന്ന് ഇവിടെ പറയുന്നുണ്ട്. ക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായത്താലും ദൈവത്തിൽ പൗലോസ് പൂർണ്ണമായും ആശ്രയിച്ചു. താൻ തടവറയിലായിരിക്കുന്നുണ്ട്, എപ്പോഴും സന്തോഷിപ്പിന്, എല്ലാത്തിനും സ്തോത്രം ചെയ്യുവാൻ, എല്ലാത്തിലും സന്തോഷിപ്പാനും എല്ലാത്തിനും സ്തോത്രം ചെയ്യുവാനായിട്ടും പൗലോസിനെ പ്രേരകമാക്കി തരുന്ന ദൈവത്തിന്റെ പരമാധികാരത്തിലുള്ള വിശ്വാസമാണ്. കാരണം കർത്താവ് അനുവദിച്ചിട്ടല്ല അല്ലാതെയല്ല എനിക്ക് ഈ തടവ് ഉണ്ടായിരിക്കുന്നത്, എൻ്റെ കയ്യിൽ വിലങ്ങ് വീണിരിക്കുന്നത് അത് ദൈവത്തിന്റെ ആ കാര്യ പരിപാടിക്കകത്തുള്ളതാണെന്ന് പൗലോസ് മനസ്സിലായതുകൊണ്ട് പൗലോസ് തന്റെ വിശ്വാസം അവിടെ ഉറപ്പിക്കാൻ പൗലോസ് പറയുന്നത് ഫിലിപ്പിയരുടെ പ്രാർത്ഥനയാലും ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായത്താലും അത് തനിക്ക് രക്ഷാകാരണമായി തീരുമെന്ന് അറിയുന്നു. എനിക്ക് സമാധാനത്തിനായി തന്നെ, അതുകൊണ്ടല്ലേ എപ്പോഴും സന്തോഷിപ്പിന്ന് പറയുന്നത്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാത്തിനും പ്രാർത്ഥനയാൽ അപേക്ഷയാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് അറിയിക്കുക അത്രയും വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ നിലവുകളെയും സൂക്ഷിക്കും. പൗലോസിനല്ലാതെ വേറെ ആർക്കും പറയാനൊക്കത്തില്ല. കാരണം പൗലോസ് തന്നെയാണ് അവിടെ പറയുന്നത് അല്ലേ? കാരണം ഈ ബന്ധനത്തിൽ ഇരിക്കുമ്പോൾ പറയുകയാണ്, ഞാൻ അനുഭവിച്ച സന്തോഷം അത് നിങ്ങൾക്ക് കിട്ടും. ഒന്നിനെക്കുറിച്ച്, ഈ തടവിനെ കുറിച്ച് വിഷമിക്കേണ്ട, മരണത്തെക്കുറിച്ച് വിഷമിക്കേണ്ട, മരണമായി പോയാലും വിഷമിക്കേണ്ട, ഒന്നിനെക്കുറിച്ചും വിഷമിക്കേണ്ട. എല്ലാത്തിലും പ്രാർത്ഥനയാൽ യാചനയാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത് അല്ലേ? എന്നെ കേൾക്കുന്നവരാണെങ്കിലും വിഷമത്തിലിരിക്കുന്നവരാണെങ്കിലും
ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട, എല്ലാത്തിലും ആ ദൈവികമായ സമാധാനം ലഭിക്കും. അതുകൊണ്ടാണ് ഈ ചങ്ങലയുടെ നടുവിലും ദൈവിക സമാധാനത്തിൽ ഇരുന്ന് മറ്റുള്ളവരോട് ക്രിസ്തുവിനെ സുവിശേഷിപ്പാനായിട്ട് പൗലോസിന് കാരണമായി തീർന്നത്. നമ്മൾ റോമാലേഖനത്തിലും പൗലോസ് റോമാലേഖനത്തിലും പൗലോസ് പ്രാർത്ഥിപ്പാനായിട്ട് പറയുന്നുണ്ട്. അവരോടൊന്ന് വായിക്കാം. പ്രാർത്ഥനയാലും ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായത്താലും എന്ന് അവിടെയും പറയുന്നുണ്ട്. വായിക്കാം. എന്നാൽ സഹോദരന്മാരെ, യഹൂദ്യയിലെ അവിശ്വാസികളുടെ കയ്യിൽ തന്നെ രക്ഷിക്കേണ്ടതിനും ഞാൻ യെരൂശലേമിലേക്ക് കൊണ്ടുപോകുന്ന സഹായം വിശുദ്ധന്മാർക്ക് പ്രസാദകരമായി തീരേണ്ടതിനും നാം യഹൂദിയയിലേക്കും യെരൂശലേമിലൊക്കെ പോകുന്ന അവിടെ തടവറയൊക്കെ പൗലോസ് ബന്ധനങ്ങളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന. കാരണം അഗബോസൊക്കെ പറഞ്ഞു. അപ്പം പറയുകയാണേ അവിടെ എല്ലാവരും റോമാലേഖനം 15:30 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ സഹോദരന്മാരെ, യഹൂദിയിലെ അവിശ്വാസികളുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കേണ്ടതിനും യെരൂശലേമിലേക്ക് ഞാൻ കൊണ്ടുപോകുന്ന സഹായം വിശുദ്ധന്മാർക്ക് പ്രസാദകരമായി തീരേണ്ടതിനും ഇങ്ങനെ ഞാൻ ദൈവേഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോടുകൂടെ മനം തണിക്കേണ്ടതിനും നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥന എന്നോടുകൂടെ പോരാടണമെന്ന് ഞാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ആത്മാവിന്റെ സ്നേഹത്തെയും ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. പ്രാർത്ഥനയിൽ എന്ത് വിശ്വാസം ഉണ്ടായിരുന്നു പൗലോസിനല്ലേ. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി എത്ര അനുഭവിച്ചറിഞ്ഞവരാ. കാരണം ആത്മാവിനാൽ ജീവിക്കപ്പെടുന്ന പൗലോസ് താൻ ഈ ആയിരിക്കുന്ന എല്ലാം ദൈവത്തിന്റെ എന്താ പറയുന്ന പദ്ധതിക്കുള്ളിലാണെന്ന് അറിഞ്ഞതുകൊണ്ട് ഫിലിപ്പിയര് തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ആ പ്രാർത്ഥനയാലും ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാലും രക്ഷാകാരണമായി തീരുമെന്ന് പൗലോസ് ഉറച്ചിരുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളും നമ്മളെ ഉറച്ചു നിൽപ്പാൻ കഴിയുന്നത് പ്രാർത്ഥനയാണ്. നമുക്കറിയാം എഫേസ്യ ലേഖനം 6-ാം അധ്യായം നമ്മൾ പഠിച്ചു. ഒരു വിശ്വാസി എപ്പോഴും ഒരു യുദ്ധക്കളത്തിലാണ്. ദൃശ്യവും അദൃശ്യവുമായി എല്ലാം നമ്മുടെ ചുറ്റും എല്ലാം നമ്മളെ എതിർക്കാനായിട്ട് എപ്പോഴും നാം ഒരു യുദ്ധക്കളത്തിൽ എതിർക്കാനായിട്ടുണ്ട്. നാം എപ്പോഴും ഒരു യുദ്ധക്കളത്തിലാണ്. അപ്പോൾ പ്രത്യേകിച്ച് ദൈവത്തിന്റെ വിശ്വസ്തരും സത്യവചനവുമായി നിൽക്കുന്നവരൊക്കെ ഈ പോരാട്ടത്തിന് ഇരയായി തീരുന്നവരാണ്. എല്ലാ വിശ്വാസികൾക്കും പോരാട്ടമുണ്ട്, പക്ഷേ സത്യവചനവുമായി നിൽക്കുന്നവർക്ക് കൂടുതൽ പോരാട്ടമുണ്ട്. അങ്ങനെ ആയിരുന്ന സമയത്ത് സാത്താന്റെ കടന്നാക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കാനായിട്ട് പ്രാർത്ഥന നമുക്കവിടെ പ്രയോജനകരമായി തീരും. നമുക്ക് എഫേസ്യ ലേഖനം 6:18 നമ്മൾ അധികം നാളായില്ലല്ലോ പഠിച്ചു കഴിഞ്ഞിട്ട് അവിടെ പറയുന്നുണ്ട്. 6:18 മുതലുള്ള വാക്യങ്ങൾ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. ഞാൻ ചങ്ങല ധരിച്ചു സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എൻ്റെ വായു തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കും വേണ്ടും വണ്ണം അതിനെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും വേണ്ടി പ്രാർത്ഥിപ്പിൻ. ആ ബന്ധനം നീങ്ങിപ്പോകാനല്ല പറയുന്നത്. താൻ വചനം സംസാരിക്കുമ്പോൾ അത് പ്രാഗൽഭ്യത്തോടെ താൻ പറയുന്ന വചനം ക്രിസ്തുവിനാൽ ദൈവത്തിന്റെ കൽപ്പനയാൽ നിർമ്മലതയോടെ താൻ പ്രസംഗിക്കുന്ന വചനം കേൾക്കുന്നവരിലെത്തണം. നമ്മള് മത്തായി സുവിശേഷത്തിലൊക്കെ പറയുന്നുണ്ട്, വിതയ്ക്കാൻ പോയവന്റെയൊക്കെ വിത്ത് ചിലത് പറവ് കൊത്തിക്കൊണ്ടുപോയി അല്ലേ, ചിലത് മുള്ളിനടി വീണ്. ഈ വചനങ്ങളൊന്നും മുള്ളിനടി പോകാനല്ല, ഇത് പറവ കൊത്തിക്കൊണ്ട് പോകാനല്ല. പറവ എപ്പോഴും കൊത്താനായിട്ട് കൂടെയുണ്ട് അല്ലേ. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഓർമ്മയിരിക്കത്തില്ല, പറവ കൊത്തിക്കൊണ്ട് പോകുന്നത് അത് മുഴുവനെ. അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥന ആവശ്യമാണ്. പൗലോസ് പറയുന്നത് ആ സുവിശേഷം ഞാൻ പ്രസംഗിക്കുമ്പോൾ എനിക്ക് പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കണം. അത് കേൾക്കുന്നവരത് ജീവനാകണം. അത് വചനം ജീവനാ, അത് ചൈതന്യമാ. അവരിലും അത് ആ ശക്തി വ്യാപരിക്കണം. തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞങ്ങൾ പറഞ്ഞ വചനം നിങ്ങൾ കേട്ടു, അത് മനുഷ്യരുടെ വചനമായിട്ടല്ല, സാക്ഷാലായിരിക്കുന്നത് പോലെ ദൈവവചനമായി കൈക്കൊണ്ടത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, വിശ്വസിക്കുന്ന നിങ്ങൾ അത് വ്യാപരിച്ചും കൊണ്ടിരിക്കുന്നു. അത് വിശ്വസിക്കുന്ന വ്യാപരിക്കണമെങ്കിൽ പ്രാർത്ഥന വേണം. ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായത്താലും അല്ലാതെ അത് കഴിയത്തില്ല. നമ്മൾ വെറുതെ വചനം പ്രസംഗിച്ചിട്ട് കാര്യമില്ല. പ്രാർത്ഥനയും ആത്മാവിന്റെ ശക്തിയാലുമാണ് വചനം മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കുന്ന. കേൾക്കുന്ന വചനം അത് വ്യാപരിപ്പാൻ കാരണമായി തീരണം. ദൈവത്തിന്റെ ആത്മാവും പ്രാർത്ഥനയും ഇതിന് സഹായകരമായി തീരും.
പൗലോസിന് എല്ലാ പ്രതിസന്ധികളിലും ഇങ്ങനെ പതറാതെ നിൽക്കുവാൻ ബലം നൽകിയത് അവരുടെ പ്രാർത്ഥന, ആ പ്രാർത്ഥനയിലുള്ള വിശ്വാസം, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി അതാണ്. അത് ആ, നമ്മൾക്ക് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ശക്തീകരിക്കുന്നു, നമ്മളെ എന്താ പറയുന്നത്, സമാധാനിപ്പിക്കുന്നു, മുൻപോട്ട് പോകുവാനുള്ള ബലം നമുക്ക് തരുന്നു. നമ്മളിലുള്ളതൊന്നും റോമാലേഖനം 8:15 മുതലുള്ള വാക്യങ്ങൾ പറയുന്നു, നമുക്ക് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, ഭയത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം തന്നിരിക്കുന്നത്, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് ദൈവം തന്നിരിക്കുന്നത്, അല്ലേ? റോമാലേഖനം 8:15 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കപ്പെടുന്ന പുത്രത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അപ്പം ദൈവത്തിന്റെ ആത്മാവ് നമ്മളുണ്ട്. ആ ആത്മാവ് നമ്മെ പ്രാർത്ഥനയിൽ ശക്തിപ്പെടുത്തും. നമ്മളൊന്ന് ഇരുന്നു കൊടുത്താൽ മതി, നമ്മളൊന്ന് അവൈലബിൾ ആക്കി കൊടുത്താൽ മതി. നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും ആത്മാവോട് സാക്ഷ്യം പറയുന്നു, അല്ലേ? നമ്മൾ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുന്നു. അപ്പം ക്രിസ്തുവിനോടുകൂടെ തേജസ്കരിക്കപ്പെടലിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അതിനെ പൗലോസ് എഴുതി വെച്ചിരിക്കുന്നു. തന്റെ അനുഭവത്തിൽ നിന്ന് അവിടെ പറയുന്നല്ലേ, ക്രിസ്തുവിനെ മരിച്ചുവെന്ന് ഉയർപ്പിച്ചതിന്റെ ആത്മാവ് നമ്മൾ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തുവിനെ മരിച്ചുവെന്ന് ഉയർപ്പിച്ചു നമ്മൾ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നമ്മുടെ ശരീരങ്ങളെയും മറ്റ് ശരീരങ്ങളെയും ഉയർപ്പിക്കുക മാത്രമല്ല, നമ്മുടെ കഷ്ടങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും സാഹചര്യത്തിൽ നമുക്ക് സഹായമായി, സന്തോഷമായി, കൂട്ടാളിയായി, ബലമായി, ശക്തിയായി പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ നടത്തും. അവിടെ പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥനയാലും യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായത്താലും അത് എനിക്ക് രക്ഷാകാരണമായി തീരും. എൻ്റെ ബന്ധനങ്ങളാകട്ടെ, എന്നെ എതിർക്കുന്നവരാകട്ടെ, അല്ലെങ്കിൽ എൻ്റെ പ്രതികൂലങ്ങളാകട്ടെ, അതെന്നെ തളർത്തുകയില്ല. നിങ്ങളുടെ പ്രാർത്ഥനയാലും ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായത്താലും അതെനിക്ക് വിടുതലിനെ അല്ലെ രക്ഷാകാരണമായി തീരും എന്ന് പൗലോസ് പറയുന്നു. ഇനി നമുക്ക് 20-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 20-ാമത്തെ വാക്യം. ഓക്കെ. അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തുവിന്റെ ശരീരത്തിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഇതുവരെ പറഞ്ഞു വന്നത് പൗലോസിന്റെ ക്രിട്ടിക്സിനെ കുറിച്ചായിരുന്നു, അവരുടെ വിമർശകരെ കുറിച്ചായിരുന്നു പറയുന്നത്. എന്തായാലും ഇനിയിപ്പോ പ്രതികൂലങ്ങളെ കുറിച്ചാണ് പറയുന്നത്. തന്റെ പ്രതിസന്ധികൾ, തന്റെ ക്രൈസിസ്, അത് സുവിശേഷന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീരും. അപ്പൊ ഇവിടെ പറയുന്നത്, ഞാൻ ഒന്നിലും എന്തു വന്നാലും, എൻ്റെ ബന്ധങ്ങളാകട്ടെ, എൻ്റെ എതിരാളികളാകട്ടെ, എൻ്റെ പ്രതികൂലങ്ങളാകട്ടെ, ഇതിലൊന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട്, ധൈര്യത്തിന് ഒരു ചോർച്ചയില്ല, പൂർണ്ണ ധൈര്യം പൂണ്ട് എൻ്റെ ശരീരത്തിങ്കൽ ജീവനാലാകട്ടെ മരണത്താല, ഞാൻ മരിച്ചാലോ ജീവിച്ചാലോ അത് എപ്പോഴും എന്ന പോലെ മഹിമപ്പെടുകയുള്ളൂ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നത്. അത് ഇപ്പോഴും അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്ത് വിശ്വാസത്തിന്റെ അല്ലെ പ്രത്യാശയുടെ വാക്കുകളാവിടെ, അല്ലേ? തൻ്റെ പ്രതികൂലങ്ങളിലും ക്രിസ്തുവിന്റെ നാമം മഹിമപ്പെടുകയുള്ളൂ എന്ന് പൗലോസ് പറയാം. അത് നമ്മൾ ഇവിടെ നമ്മൾ ഫിലിപ്പി ലേഖനം മുഴുവൻ വായിക്കുമ്പോൾ നമുക്ക് അതാണ് മനസ്സിലാകുന്നത്. അതിൽ സാഹചര്യങ്ങളെ നോക്കാതെ, ആ സാഹചര്യങ്ങൾ ദൈവം അനുവദിച്ചിട്ടാണെന്ന് മനസ്സിലാക്കി എല്ലാ സാഹചര്യങ്ങളിലും അത് ക്രിസ്തുവിന്റെ നാമം മഹിമപ്പെടുവാൻ കാരണമായി തരുന്ന ഒരു ഭക്തന്റെ എല്ലാ വിശ്വാസത്തിന്റെ വാക്കുകളായിരിക്കണം ഇതൊക്കെ. ഒന്നിലും ലജ്ജിച്ചു പോകാതെ, ഒരിക്കലും ദൈവം തന്നെ ഒന്നിൽ ലജ്ജിച്ചു പോകാൻ ഇടയായിട്ടില്ല. അത് തൻ്റെ എതിരാളികളായാലും അതിൻ്റെ പ്രതിസന്ധികളായാലും അതിലും ഒന്നും ഞാൻ അയച്ചു പോകുകയില്ല. പൗലോസിന് ഒരു പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. 2 വർഷമായി വിധി കാത്തുകണ്ട് കിടക്കുക. റോമ കൈസരൊക്കെ അഭയം തൊള്ളിയത് കൊണ്ട് മാത്രമാണ് പൗലോസ് ഇതുവരെ വിധി കിട്ടാതിരിക്കുന്നത്. എന്നാലും പൗലോസ് പറയുന്നുണ്ട്, അത് ആ 2 വർഷക്കാലം ദൈവം അനുവദിച്ചു കൊടുത്തതല്ലേ, അല്ലെങ്കിൽ കൂടാരപ്പണി ചെയ്ത് ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഈവനിങ് സമയങ്ങളിൽ ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്ന പൗലോസിന് ഇവിടെ പൂർണ്ണ സമയം സുവിശേഷം പ്രസംഗിക്കാൻ ദൈവം അവസരം കൊടുത്തു. 2 വർഷമല്ലേ, ഒരു പ്രതിസന്ധിയും കൂടാതെ കൂലിക്കെടുത്ത വീട്ടില്, തൻ്റെ വാടക വീട്ടിലിരുന്നു കൊണ്ട് ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിപ്പാൻ, അതും ദൈവത്തിന് മഹിമയ്ക്കായി കാരണമായി തരുന്ന പൗലോസ് വിധി കാത്തുകൊണ്ടിരിക്കുകയാണെങ്കിലും കിടക്കുകയാണെങ്കിലും പൗലോസ് ദൈവത്തിന്റെ പരമാധികാരത്തിൽ വിശ്വസിക്കുന്നു. ഈ അവസ്ഥയിലായിരിക്കും തന്റെ ദൈവത്തിന്റെ ഹിതത്താലാണ്. അതുകൊണ്ട് ഒന്നിലും എനിക്ക് ലജ്ജിച്ചു പോകുവാനായിട്ട് ഇടയായില്ല, പൂർണ്ണ ധൈര്യം കൊണ്ട്. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ പൗലോസിന്റെ അനുഭവങ്ങളാ
പൗലോസിനെ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെയും ഓരോ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ അനുഭവത്തിൽ ആ ദൈവത്തിൻ്റെ സാമീപ്യം അനുഭവിച്ചവര്, കാരണം ഞാൻ പറഞ്ഞതുപോലെ ദൈവം നമ്മൾ വചനത്തിൽ കണ്ട ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കി കഴിയുമ്പോൾ ഓരോ അനുഭവത്തിന്റെ മധ്യത്തിലും ദൈവത്തിനെ രുചിച്ചറിയുവാനായിട്ട് കാരണമായി തീരും. അങ്ങനെ വെറുതെ വന്ന ഒരാൾക്ക് ഞാൻ ദൈവത്തെ വിശ്വസിക്കുകയും ജീവിക്കുന്ന ക്രിസ്തു മരിക്കുന്ന ലാഭമാണെന്നൊന്നും പറയാനായിട്ട് കഴിയത്തില്ല. ജീവിതത്തിന്റെ അനുഭവങ്ങൾ, ആ കഷ്ടതകളുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു മരിക്കുന്ന ലാഭമെന്ന് ഒരു ഭക്തന് ധൈര്യത്തോടെ പറയുവാനായിട്ട് കഴിയത്തുള്ളൂ. നമുക്ക് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തി പുസ്തകം 27-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അവിടെ കപ്പൽച്ചേതത്തിൽ അകപ്പെട്ടിട്ടും കുറേ ദിവസങ്ങൾ സൂര്യനെ ഒന്നും കാണാതെ ഇരുന്നിട്ടും, വളരെ നാളായിട്ട് കാണാതെ ഇരുന്നിട്ടും പൗലോസ് അവരോട് പറയുന്നുണ്ട്, കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളെ എല്ലാവരെയും എൻ്റെ കയ്യിൽ ജീവനോടെ രക്ഷിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. കാരണം ദൈവത്തിന്റെ ആ സാമീപ്യം കാണുവാനായിട്ട് അല്ലെങ്കിൽ അനുഭവിപ്പാനായിട്ട് പൗലോസിന് ഇടയായി തീർന്നു. ഞാൻ വായിക്കാം 27-ന്റെ 20 മുതലുള്ള വാക്യങ്ങൾ. വളരെ നാൾ കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടതിനെ കുറിച്ചാണ് പറയുന്നത്. വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ട് ഇരിക്കിയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശ ഒക്കെയും നശിച്ചുപോയി. അവർ വളരെ പട്ടിണി കിടന്ന ശേഷം, കാരണം ഉള്ള കപ്പലിലുണ്ടായിരുന്ന എല്ലാവരും പട്ടിണി കിടന്നു, ആരും ഒന്നും കഴിക്കുന്നില്ല. പൗലോസ് അവരുടെ നടുവിൽ നിന്ന് പറഞ്ഞു, പുരുഷന്മാരെ, എൻ്റെ വാക്കനുസരിച്ച് ക്രയത്തിൽ നിന്ന് നീക്കാതെയും ഈ കഷ്ടനഷ്ടങ്ങൾ ഇരിക്കേണ്ടതായിരുന്നു. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടെ ഇരിപ്പീനെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കപ്പലിനല്ലാതെ നിങ്ങൾ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്ന്, പൗലോസെ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് പൗലോസിന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളുടെ നടുവിലാണ് പൗലോസ് ഇവിടെയും കഷ്ടതയുടെ നടുവിലെയും ബന്ധനങ്ങളുടെ നടുവിലെയും പൂർണ്ണ ധൈര്യം പൂണ്ട്, അല്ലെ, ഒന്നിലും ലജ്ജിച്ചു പോകാതെ ദൈവത്തിന്റെ പരമാധികാരത്തിൽ വിശ്വസിക്കാനായിട്ട് പൗലോസിന് കാരണമായി തീരുന്നത്. ഇപ്പൊ തന്റെ ജീവിതത്തിലെ ഓരോ കഷ്ടതയും പ്രയാസവും ദൈവത്തിന്റെ നാമത്തിന് മഹിമയായി തീരുമെന്ന് പൗലോസ് വിശ്വസിച്ചു. അത് ജീവനായാലും മരണമായാലും അത് ദൈവത്തിന്റെ നാമ മഹത്വത്തിന് കാരണമായി തീരുകയും ചെയ്യുന്നു. ഇവിടെ പറയുന്നു, ഞാൻ ഒന്നിനും ലജ്ജിച്ചു പോകുന്നില്ല. തടവറകൾക്ക് എന്നെ ലജ്ജിക്കാൻ കഴിയില്ല, എന്നെ വിമർശിക്കുന്നവർക്ക് എന്നെ ലജ്ജിക്കാൻ കഴിയില്ല, എന്റെ പ്രതികൂലങ്ങൾക്ക് എന്നെ ലജ്ജിപ്പിക്കാനായിട്ട് കഴിയുകയില്ല. പൂർണ്ണ ധൈര്യം കൊണ്ട്, സംശയത്തിന്റെ ഒരു കണിക പോലും അവിടെയില്ല. പൂർണ്ണമായി, അല്ലെ, നമ്മൾ റോമാലേഖനത്തിൽ ഇപ്പൊ കുറച്ചു മുമ്പ് വായിച്ച വാക്യങ്ങൾ 8-ാം അധ്യായം, ജീവനോ മരണത്തിനോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോൾ ഉള്ളതിനോ വരുവാനുള്ള ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ ക്രിസ്തുവേശുള്ള ദൈവസ്നേഹത്തിന് എന്നെ നമ്മളെ അകറ്റുവാൻ കഴിയത്തില്ലെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നത്. ഭയങ്കര ഉറപ്പാ, വെറുതെ പറയുകയല്ല, അത് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. ഇവിടെ അങ്ങനെ പറഞ്ഞു, പൂർണ്ണ ധൈര്യം കൊണ്ട് പൂർണ്ണമായും ദൈവത്തിൽ പൗലോസ് ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. താനൊരു ബലഹീന മനുഷ്യനാണ്, എന്നിരുന്നാലും കരുത്തനായവന്റെ കയ്യിലാണ് ഞാൻ പിടിച്ചിരിക്കുന്ന ഒരു ബോധമുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു, ഇപ്പൊ ഈ പൗലോസിന്റെ ബന്ധനങ്ങളാണ് സുവിശേഷന്റെ പ്രാപ്തിക്ക് കാരണമായി തീർന്നത്, അല്ലേ? നമ്മളുടെ ബലഹീനമായതിനെ കൊണ്ടാണ് ദൈവം ഉപയോഗിക്കുന്നത്. ശിംശോൻ ഒരു താടിയല്ലുകൊണ്ട്, അല്ലെ, എത്ര പേരെ കൊന്നു, അല്ലേ? കഴുതയുടെ പച്ച താടിയല്ലുകൊണ്ട് കൊന്നു. നമ്മള് ഗിദെയോന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ പന്തവും കുടവും കൊണ്ടാ, അല്ലേ, സൈന്യത്തെ പട്ടാളത്തെ മിദ്യാന സൈന്യത്തെ മുഴുവൻ ഒടിച്ചു കളഞ്ഞത്. ദാവീദിനെ നോക്കിയേ, ആ ഗോലിയാത്തിന്റെ മുമ്പിലോട്ട് ചെന്ന് എന്തുകൊണ്ടാ ശൗലിന്റെ പടച്ചട്ടയൊക്കെ കൊടുത്തു വിട്ടു. പക്ഷെ ദാവീദിന് അതുകൊണ്ടൊന്നും നടക്കാൻ വയ്യായിരുന്നു. ദാവീദ് തന്നെ ഒറ്റക്കല്ല്, 5 കല്ലുണ്ടായിരുന്നു, പക്ഷെ ഒറ്റക്കല്ലും കവണയും കൊണ്ടാണ് ഗോലിയാത്തിനെ താഴ്ത്തിയിട്ടത്, അല്ലേ, ഗോലിയാത്തിനെ കൊന്നത്. ബലഹീനമാണെന്ന് നാം ചിന്തിക്കുന്ന കാര്യങ്ങളെ കൊണ്ടാണ് ദൈവം പ്രവർത്തിക്കുന്നത്. മോശയുടെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു, അല്ലേ? കർത്താവ് പറഞ്ഞു, ആ വടിയും കൊണ്ട് പോരെ, ഇത് എൻ്റെ വടി. നമ്മൾ ആദ്യമൊക്കെ മോശയുടെ വടി എന്ന് കാണുന്നുണ്ട്, കുറച്ച് കഴിയുമ്പോൾ പറയുന്നുണ്ട് ദൈവത്തിന്റെ വടിയാന്ന് പറയുന്നുണ്ട്. മോശയുടെ വടി ദൈവത്തിന്റെ വടിയായി തീർന്നു. ആ വടിയും കൊണ്ട് അവസാനം വരെ പോയി, അല്ലേ? ആ വടി കൊണ്ട് ചെങ്കടലിനെ 2ആയി പിളർക്കുവാനായിട്ട് കാരണമായിരുന്നു. നമ്മൾ ബലഹീനമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ദൈവം ഉപയോഗിക്കും ദൈവത്തിന്റെ മഹത്വത്തിന്. അതുപോലെ ബലഹീന മനുഷ്യരെ, പൗലോസ് നീളത്തിൽ കുറഞ്ഞവനായിരുന്നു, അല്ലേ? കുറിയ മനുഷ്യനായിരുന്നു. കൊരിന്ത്യലേഖനത്തിൽ പറയുന്നുണ്ട്, അകാല പ്രജ പോലെയുള്ള എന്നെ, ആ ഒരു എന്താണ് പൂർണ്ണ വളർച്ചയ്ക്ക് മുമ്പേ ജനിച്ചവനെന്നാ പറയുന്നത് അവിടെ അകാല പ്രജ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളവനെ പോലെ, ചെറിയ മനുഷ്യനെ പോലെ കൊണ്ടും
ഉപയോഗിക്കാനായിട്ട് ദൈവത്തിന് വചനം മുഴുവൻ നോക്കിയാലും ബലഹീന മനുഷ്യരെയാണ് ദൈവം ഉപയോഗിച്ചത്. സഹോദരന്മാർ മുഴുവൻ തള്ളിക്കളഞ്ഞ യോസഫിനെ ഉപയോഗിച്ചു, അല്ലേ? മുഴുവൻ തള്ളിക്കളഞ്ഞ യോസഫിനെ ഉപയോഗിച്ചു. അങ്ങനെ ഒരു വചനത്തിൽ ഇതുവോളം നമ്മൾ നോക്കിയാൽ ബലഹീന പാത്രങ്ങളെയാ ദൈവം തനിക്ക്, കാരണം ബലഹീന പാത്രങ്ങളെ ദൈവം ഉപയോഗിക്കുന്നെങ്കിൽ ആ ശക്തരെയൊക്കെ ഉപയോഗിച്ചാൽ അവരുടെ ശക്തിയെ മഹത്വപ്പെടുന്ന ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാനായിട്ട് കഴിയത്തില്ല. ബലഹീനരായ ആൾക്കാരെ, അതുപോലെ ബലഹീനമായ സാധനങ്ങളെയും കൊണ്ട് അല്ല ദൈവം തന്റെ പ്രവൃത്തി വെളിപ്പെടുത്തും. തന്റെ സകലവും ദൈവത്തിന്റെ മഹിമയ്ക്കായി കാരണമായി തന്നെ അവിടെ പറയുന്ന ക്രിസ്തു എന്റെ ശരീരത്തിലാകട്ടെ. അപ്പൊ തന്റെ വാക്കുകളിലും താല്പര്യങ്ങളിലും മാത്രമല്ല, തന്റെ പ്രവൃത്തി എല്ലാത്തിലും ദൈവത്തിന്റെ നാമം മഹത്വപ്പെടണമെന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം 2 കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്, തനിക്കൊരു ശൂലം കിട്ടി, അതുപോലും സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീരുമെന്ന പൗലോസോടെ പറയുന്നല്ലേ. ഞാൻ വായിക്കാൻ 2 കൊരിന്ത്യർ 12:7 മുതലുള്ള വാക്യങ്ങൾ. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കാൻ എനിക്ക് ജഡത്തിലൊരു ശൂലം തന്നിരിക്കുന്നു. നിഗളിച്ചു പോകാതിരിക്കേണ്ട എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. അതെന്നെ വിട്ടു നീങ്ങി ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനത വരുന്നു എന്ന് പറയുന്നു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകൾ പ്രശംസിക്കുക. എല്ലാവരും ഇവിടെ കൊണ്ട് നിർത്തും. അടുത്ത വാക്യമാണ് നമുക്ക് എല്ലാവർക്കും ആവശ്യമായിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിനു വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. അപ്പം ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ വ്യാപരിക്കേണ്ടതിന് ഞാൻ എൻ്റെ ബലഹീനതകളിലും സന്തോഷിക്കും. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. കാരണം ഇതിലെല്ലാം എൻ്റെ ബന്ധനങ്ങളായാലും എൻ്റെ ജീവനായാലും എൻ്റെ മരണമായാലും എല്ലാം ക്രിസ്തുവിന്റെ നാമം മഹത്വപ്പെടുവാനായിട്ട് ഇടയായി തീരും. തൻ്റെ ബലഹീനതകളിലും അത് ക്രിസ്തുവിന്റെ കൃപയാൽ അത് ദൈവത്തിന്റെ നാമമഹത്വത്തിന് കാരണമായി തീരുമെന്ന് പൗലോസ് പറയുന്നു. അപ്പൊ ഈ അതിസന്തോഷത്തോടെ ആ തടവിലൊക്കെ ആയിരിക്കുമ്പോഴും പൗലോസ് പറയുന്ന അതിസന്തോഷത്തോടെ ഞാൻ ബലഹീനതകളിലും പ്രശംസിക്കുന്നത് ദൈവത്തിന്റെ കൃപയാൽ ആയിരിക്കുന്നത് കൊണ്ട് ആണ്. ഇവിടെ മഹിമപ്പെടുക എന്ന് പറയുന്നുണ്ട്. മഹിമപ്പെടുക എന്ന് പറഞ്ഞാൽ മാഗ്നിഫൈ ചെയ്യുക. നമുക്കറിയാമല്ലോ, മാഗ്നിഫൈങ് ഗ്ലാസ് എന്തിനു വേണ്ടിയിട്ട്, അതിനെ വലുതാക്കി കാണാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രശ്നങ്ങളുണ്ട്, എൻ്റെ ബന്ധനങ്ങളുണ്ട്. അതിലധികമായി ക്രിസ്തുവിന്റെ നാമം മഹിമപ്പെടണം. എന്നെ കാണുന്നവർ ക്രിസ്തുവിനെ കാണണം. എൻ്റെ ബന്ധനങ്ങളെ കാണരുത്. പലപ്പോഴും ബന്ധനത്തിലും പ്രശ്നങ്ങളിലും ആയിരിക്കുന്നിടത്ത് നമ്മൾ ചെല്ലുമ്പോൾ അവരുടെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളെ കാണത്തുള്ളൂ, അല്ലേ? ക്രിസ്തുവിനെ അവിടെ ആരും കാണത്തില്ല, അല്ലേ? പക്ഷെ ഇവിടെ പറയുന്നുണ്ട്, അങ്ങനെയാ പൗലോസ് ചെയ്യുന്നത്. ക്രിസ്തുവിനെ പ്രസംഗിക്കുക, അവിടെ ക്രിസ്തുവിന്റെ നാമം മഹിമപ്പെടുക ചെയ്യുന്നത്. തന്റെ ബന്ധനങ്ങൾ താൻ ഒന്നിലും അതിലോട്ട് ആരോടും പറയുന്നത് പോലുമില്ല, പ്രാർത്ഥിക്കാൻ പറയുന്നത് പോലുമില്ല. താൻ ക്രിസ്തുവിനെ പ്രസംഗിക്കുകയാണ് ചെയ്യുന്നത്. മഹിമപ്പെടുക, മാഗ്നിഫൈ ചെയ്യുക ക്രിസ്തുവിനെ. അത് ക്രിസ്തുവിനെ വലുതായി കാണുക. എൻ്റെ ബന്ധനങ്ങളെ വലുതാക്കി കാണിക്കുകയല്ല, എൻ്റെ പ്രശ്നങ്ങളെ വലുതാക്കി കാണിക്കുകയല്ല. അതിലൂടെ, എൻ്റെ പ്രശ്നങ്ങളിലൂടെ ക്രിസ്തുവിന്റെ നാമം വലുതായി തീരണം, ക്രിസ്തുവിന് മഹത്വം ഉണ്ടാകണം. അത് തന്നെയാണ് പൗലോസ് പറയുന്നത്. പൗലോസിലെ പറയുന്നുണ്ട്, ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ കുറവായുള്ളത് ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു പറയുന്നുണ്ട്, പൂരിപ്പിക്കുന്നു പറയുന്നുണ്ട്. വായിക്കാം, കൊലോസ്യ ലേഖനം 1:24, 25, 28 വാക്യം വരെ. 3 വാക്യം വായിക്കാം. 24, 25, 28. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ചു. ഓരോ വാക്യവും വായിക്കുമ്പോൾ ഓരോ വേർഡും നമ്മളെ ശരിക്കും മനസ്സിലാക്കണം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷമാണ് അവിടെ. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിനു വേണ്ടി പൂരിപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കാൻ ഞാൻ സഭയുടെ ശുശ്രൂഷനായിരുന്നത്. എന്തിനാ? 28 വാക്യം, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ, ക്രിസ്തുവിനെ ഞങ്ങൾ അറിയിക്കുന്ന ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും സർവ്വജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. പൗലോസിന് ആകെ ഒരു ലക്ഷ്യം, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടണം, അതുപോലെ തന്നെ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക. സുവിശേഷം പ്രസംഗിച്ച് എല്ലാവരോടും പറഞ്ഞിട്ട് പോവുകയല്ല ചെയ്യുന്നത്. എല്ലാവരും, നമുക്കറിയാം, പൗലോസ് 1, 2, 3 മിഷണറി യാത്ര ചെയ്തു. 1ാം മിഷണറി യാത്ര പോയ സ്ഥലത്ത് പിന്നെയും 2, 3 മിഷണറി യാത്രകൾ പിന്നെയും പൗലോസ് പോയി. എന്തിനാ?
അവരെ സ്ഥിരപ്പെടുത്തുവാനായിട്ട്, അവരെ പ്രബോധിപ്പിക്കാനായിട്ട്, അവരെ വചനത്തിൽ ഉറച്ചു നിൽക്കാനായിട്ട്. ഞാൻ പറഞ്ഞ ആദ്യ നാളുകളിലൊന്നും സുവിശേഷം കേട്ടിരുന്നു എങ്കിലും എഴുതപ്പെട്ട വചനങ്ങൾ അവർക്കില്ലായിരുന്നു. അവർ അടിപതറി പോകാൻ. കാരണം ഇപ്പൊ സുവിശേഷം പ്രചരിക്കുന്നിടത്ത് മുഴുവൻ ഫിലിപ്പിൽ നോക്കി കഴിഞ്ഞാൽ ആദ്യത്തെ 2 ദിവസം കഴിഞ്ഞപ്പോഴേ അവിടെ ആക്രമണങ്ങൾ തുടങ്ങി. ദുരുപദേഷ്ടാക്കന്മാരായി തുടങ്ങി. ആ കടന്നാക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ എതിർത്ത് നിൽക്കണമെങ്കിൽ ക്രിസ്തുവിൽ തികഞ്ഞവരാകണം, വചനത്തിൽ തികഞ്ഞവരാകണം. അതാണ് പൗലോസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. റോമാലേഖനത്തിൽ പറയുന്നുണ്ട്, ഞാൻ മറ്റൊരുത്തിന്റെ അടിസ്ഥാനത്തിൽ പണിയല്ല, സുവിശേഷം അറിയാത്ത ഇടത്ത് പോയിട്ട് അവരോട് സുവിശേഷം പറയും, അവരെ ക്രിസ്തുവിൽ ഉറപ്പിക്കുകയും ചെയ്യാണ് എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. മറ്റൊരുത്തം തന്നെ ഒരാൾ പോയി സുവിശേഷം പ്രസംഗിച്ചിട്ട് ഞാൻ പറയുന്നില്ല, മറ്റൊരുത്തന്റെ അടിസ്ഥാനത്തിലല്ല, മറ്റൊരുത്തന്റെ ഒരു സഭയിലെ വിശ്വാസിയെ മറ്റൊരുത്തോട്ട് കൊണ്ടുപോകല്ല എൻ്റെ ലക്ഷ്യം. അല്ല, മറ്റൊരു സഭയിലെ വിശ്വാസിയെ എൻ്റെ അടുത്തോട്ട് കൊണ്ടുവന്നിട്ട് സുവിശേഷം പ്രസംഗിക്കുകയൊന്നും അല്ല എൻ്റെ ലക്ഷ്യം. ദൈവത്തെ അറിയാത്തടത്ത് പോയി സുവിശേഷം പ്രസംഗിക്കണം, അവരെ ക്രിസ്തുവിൽ ഉറപ്പിക്കണം. അതാണ് എൻ്റെ ലക്ഷ്യം. അവിടെ പറയുന്നുണ്ട്, അത് ഞാൻ ജീവിച്ചിരുന്നാലും മരിച്ചാലും ക്രിസ്തുവിന്റെ നാമം മഹിമപ്പെടുകയുള്ളൂ, അല്ലേ? അത് ആ ജീവനിലാകട്ടെ, ഇപ്പം ബന്ധനത്തിലായിരിക്കുകയാണ്, അതും ദൈവത്തിന്റെ നാമം മഹത്വത്തിന് കാരണമായി തീരും. അധികാരസ്ഥന്മാരിൽ നിന്ന് തനിക്ക് വിധിക്ക് വേണ്ടി കാത്തിരിക്കും. ആ വിധി എന്തായാലും അത് ദൈവത്തിന്റെ നാമ മഹത്വത്തിന് കാരണമായി തീരും. മരണമാണെങ്കിലും അതും ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. പൗലോസിന്റെ ജീവിതം ദൈവത്തിന് വേണ്ടി വധശിക്ഷ ഏറ്റതല്ലേ? അതിലും ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാനായിട്ട്. കാരണം പ്രത്യേകിച്ചും ക്രിസ്തു ഭക്തന്മാരൊക്കെ ആ ത്യാഗമരണം സംഭവിച്ചത്, ക്രിസ്തുവിന് വേണ്ടി ക്രൂശിക്കപ്പെട്ടവരെ, ക്രിസ്തുവിന് വേണ്ടി അടികളേറ്റവരെ, കല്ലേറ് കൊണ്ട് മരിക്കപ്പെട്ടവരെ, അവരുടെ എല്ലാം മരണം ദൈവത്തിന്റെ നാമമഹത്വത്തിന് കാരണമായി തീരും. അനേകരെ ദൈവത്തിങ്കിലേക്ക് നയിക്കുവാനായിട്ട് കാരണമായത്. നമ്മളെ ഈ ഇടയ്ക്ക് കേട്ടതായിരുന്നു ചാർലി കിർക്കിന്റെ മരണം, അല്ലേ? ആ ചാർലി കിർക്കിന്റെ മരണം മൂലം ഒരു യങ്ങായിട്ടുള്ള ഒരു പയ്യനാണ് മരിച്ചത്, അല്ലേ? പക്ഷെ ഒരു യൗവനക്കാരനായ ഒരാൾ മരിച്ചു. അത് കഴിഞ്ഞ് ആ ചാർലി കിർക്കിന്റെ മരണം കഴിഞ്ഞപ്പോൾ എത്ര റിവൈവലാണ് ഉണ്ടായതല്ലേ? എത്രയോ ആൾക്കാർ ക്രിസ്തുവിനെ അറിയുവാനായിട്ട് ആ വീടുകളിൽ നിന്നും പോയവരെ, അനേക കാലമായി മാതാപിതാക്കളുമായി ബന്ധമില്ലാത്ത തിരിച്ചു ഭവനത്തിലേക്ക് മടങ്ങി വരുന്ന, ചർച്ചിൽ പോകാത്തവര് ചർച്ചിലേക്ക് മടങ്ങി വരുന്ന, ആ സമയം കഴിഞ്ഞ് അനേകം എത്ര ബൈബിളാ വിൽക്കപ്പെടുവാനായിട്ട് ഇടയായി തീരുന്നത്, അല്ലേ? ലക്ഷക്കണക്കിന് ബൈബിളുകൾ വിൽക്കാൻ ഇടയായി നമ്മളൊക്കെ ന്യൂസൊക്കെ കേട്ടവരല്ലേ? അപ്പൊ മരണം മൂലം ദൈവം മഹത്വപ്പെടും, ജീവൻ മൂലം മഹത്വപ്പെടും. തിരിച്ച് പൗലോസ്, ഞാൻ പറഞ്ഞതുപോലെ പൗലോസ് ഇവിടുന്ന് ഇവിടുന്ന് വിടുവിക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ വിടുവിക്കപ്പെടുന്നുണ്ട്. പക്ഷേ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീരെങ്കിൽ അത് നല്ലത്. പക്ഷെ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം അതാണ്, അത് അത്യുത്തമമാണ്. പക്ഷെ ഞാൻ ജീവിച്ചിരുന്നിട്ട് അത് നിങ്ങളുടെ അഭിവൃദ്ധിക്ക് കാരണമായത്, ക്രിസ്തുവിന്റെ വേലയ്ക്ക് അത് കാരണമായി തീരുമെങ്കിൽ, അല്ലെ നിങ്ങൾക്കത് പ്രയോജനപ്പെടുമെങ്കിൽ ഞാൻ ജീവനോട് ഇരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന പരിജ്ഞാനത്തിൻ്റെതായ വാക്കുകൾ, അല്ലേ? ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ വാക്കുകൾ പൗലോസ് 2 കൊരിന്ത്യർ 5 നമുക്കറിയാം. അവിടെ പറയുന്നത്, കൂടാരമായി ഞങ്ങളുടെ ഭവനം അഴിഞ്ഞുപോയ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ഈ കൂടാത്ത ഞങ്ങൾ ഞരങ്ങിക്കൊണ്ടായിരിക്കുന്നത്, പക്ഷെ മീതെ ഒരു ഭവനം ഞങ്ങൾക്ക് വേണ്ടി ഒരു പാർപ്പിടം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. കാഴ്ചയാലല്ല, ഞങ്ങൾ വിശ്വാസാല ജീവിക്കുന്നതെന്ന് പറയുന്നുണ്ടല്ലേ? ഈ ജീവനിൽ എത്ര ഞെരുക്കമുണ്ടായാലും അതിൽ ക്രിസ്തു മഹിമപ്പെടാനിടയത്തുള്ളത്. അതിൽ മൂലം ക്രിസ്തുവിന്റെ നാമം വലുതാകണം. മറ്റുള്ളവർ അവിടെ അസൂയ കൊണ്ടും പിടകം കൊണ്ടും ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ അവരുടെ നാമം മഹത്വപ്പെടുവാൻ, അവർ വലുതായി, അവരുടെ അവരുടെ ആ പേര് വലുതാവുവാനും അവർക്ക് പ്രശസ്തി വർദ്ധിപ്പിക്കാനും അവിടെ ആഗ്രഹിക്കുമ്പോൾ, ഇവിടെ പൗലോസ് പറയുകയാണ്, ഞാൻ ജീവിച്ചിരുന്നാലും ഞാൻ മരിച്ചിരുന്നാലും അത് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടണം, ക്രിസ്തു എന്നിലൂടെ വലുതാകണം. എൻ്റെ ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ മാഗ്നിഫയിങ് ഗ്ലാസ്സിലൂടെ കാണുന്നത് പോലെ ക്രിസ്തുവിന്റെ നാമം വലുതാക്കി കാണിക്കണം. അതാണ് എൻ്റെ ഇഷ്ടമെന്ന് പറയുന്നത്. ആ വാക്യം ഒന്നുകൂടെ നമുക്ക് വായിച്ചിട്ട് അവിടെ നിർത്താം. അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ, അല്ലെ, ലജ്ജിച്ചു പോകാതെ, എൻ്റെ ചങ്ങലയാണേലും എനിക്ക് എതിരാളികളാലും എൻ്റെ പ്രതികൂലങ്ങളാണും അതിലൊന്നും ഞാൻ ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം കൊണ്ട്, എനിക്കാണ് സംശയത്തിന്റെ ഒരു കണിക പോലുമില്ല. ക്രിസ്തു എൻ്റെ ശരീരത്തിങ്കൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. എപ്പോഴും ഇതുവരെയുള്ള അനുഭവങ്ങളിൽ, ഇപ്പോഴും ഈ കാരാഗൃഹത്തിന്റെ അനുഭവങ്ങളിലും
ക്രിസ്തുവിന്റെ നാമം മഹിപ്പടിയിടുന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കും. എനിക്ക് വലിയൊരു ഉറപ്പുണ്ട്, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു, അതങ്ങനെ തീരും. കാരണം വേറെ കൊരിന്ത്യലേഖനത്തിൽ പറയുന്നുണ്ട്, എത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു, ഇനിയും വിടുവിക്കും, മേലാലും അവൻ വിടുവിക്കുമെന്ന് ഞങ്ങൾ അവനിൽ പ്രത്യാശിച്ചിരിക്കുന്നു, ഉറച്ചിരിക്കുന്ന പറയുന്നത്. നമ്മളെ ക്രിസ്തുവിൽ അങ്ങനെ വിശ്വസിപ്പാനായിട്ട് നമ്മൾ ഈ വചനങ്ങളെല്ലാം വായിക്കും. പൗലോസിന്റെ ജീവിതം നമ്മുടെ ജീവിതത്തിന് അനുഭവമായി തന്നെ ഏത് പ്രതികൂലങ്ങളിലും ദൈവത്തിൽ വിശ്വസിക്കാനും ദൈവത്തിൽ പ്രത്യാശിക്കാനും മുമ്പോട്ട് പോകുവാനും ഈ വചനങ്ങളൊക്കെ നമുക്ക് പ്രയോജനകരമായി തന്നെ ദൈവത്തിന്റെ ആത്മാവിനാലും പ്രാർത്ഥനയാലും നമുക്കത് രക്ഷാകാരണമായി തീരുവെന്ന് നമ്മളും വിശ്വസിക്കാനായിട്ട് ഇടയാത്തുന്ന ഓരോ ദിവസവും വചനം വായിക്കും നമ്മളെ വിശ്വാസത്തിൽ ഉറപ്പിക്കാനും മുമ്പോട്ട് പോകുവാനും കാരണമായി തീരട്ടെ. ഈ വചനങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.